وبركاته. الحمد لله الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني مرادي يا رسول الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قد أفلح من زكاها وقد خاب من دساها كذبت ثمود بطغواها إذ انبعث أشقاها فقال لهم رسول الله ناقة الله وسقياها فكذبوه فعقروها فدمدم عليهم ربهم بذنبهم فسواها ولا يخاف عقباها صدق الله مولانا العلي العظيم. قال حبيبنا وشفيعنا محمد صلى الله عليه وسلم إن الله لا ينظر إلى أجسامكم ولا إلى صوركم ولكن ينظر إلى قلوبكم. إلهي لست للفردوس أهلا ولا قوى على نار الجحيم فهب لي توبة واغفر ذنوبي فإنك غافر الذنب العظيم. പള്ളിക്കാട്ടിലാണു നാളെ മണിയറ കനമേറിടുന്ന കല്ലതിൻ്റെ മേലെ പൊള്ളിടുന്ന ചൂട് തിങ്ങും കല്ലറ നാം തുള്ളി നടക്കേണ്ട മണ്ണിന്മേലെ പള്ളിക്കാട്ടിലാണു നാളെ മണിയറ കനമേറിടുന്ന കല്ലതിൻ്റെ മേലെ പൊള്ളിടുന്ന ചൂട് തിങ്ങും കല്ലറ നാം തുള്ളി നടക്കേണ്ട മണ്ണിൻ നീളെ വിളിക്കുന്ന പേരു മാഞ്ഞു പോകുമേ ഉടൻ മയ്യിത്തന്ന നാമമായി തീരുമേ വിളിക്കുന്ന പേരു മാഞ്ഞു പോകുമേ ഉടൻ മയ്യിത്തന്ന നാമ
പൊന്നുപ്പയെന്ന വിളിയും മക്കൾ മാറ്റുന്നേ. ഇന്നുറ്റവർ പോലും അതേറ്റു ചൊല്ലുമേ. ചലിക്കുന്ന മാംസപിണ്ഡം നമ്മള് നാം ചിതലരിച്ചു തീരുമൊടുവിൽ മണ്ണില്. ചലിക്കുന്ന മാംസപിണ്ഡം നമ്മള് നാം ചിതലരിച്ചു തീരുമൊടുവിൽ മണ്ണില്. ഇന്നതിലില്ല രക്ഷയാർക്കും പാരില്. എല്ലാം ഇട്ടെറിഞ്ഞു പോണം പള്ളിക്കാട്ടില്. തൊട്ടടുത്ത തുണിക്കടയിൽ വന്നു നിന്നെ കഫം ചെയ്യാനെടുത്തിടും വെള്ളത്തുണി എന്നുള്ള ചിന്ത കൽബിനില്ലതിന്നു നാം നല്ല ഉന്നം മറന്നോടിടുന്നതെന്തിനാ. വഹിക്കുന്ന സ്ഥാനം വീണു തകരുമേ. റബ്ബിൻ വിധിക്കു മുന്നിൽ നമ്മൾ കീഴടങ്ങുമേ. വഹിക്കുന്ന സ്ഥാനം വീണു തകരുമേ. റബ്ബിൻ വിധിക്കു മുന്നിൽ നമ്മൾ കീഴടങ്ങുമേ. മൂന്നു തുണ്ടം തുണിയുമായി മടങ്ങുമേ. നമ്മൾ മൂടനായാലാകെ ഖേദമാകുമേ. പള്ളിക്കാട്ടിലാണു നാളെ മണിയറ. കനമേറിടുന്ന കല്ലതിൻ്റെ മേലെ പൊള്ളിടുന്ന ചൂട് തിങ്ങും കല്ലറ. നാം തുള്ളി നടക്കേണ്ട മണ്ണിൻ നീളെ. സമാദരണീയനായ ഈ മഹത്തായ വേദിയുടെ അധ്യക്ഷപീഠം അലങ്കരിച്ചിരിക്കുന്ന വലിയ വീട്ടിൽ ജുമാ മസ്ജിദിന്റെ പ്രസിഡന്റ് AP കാസിം സാഹിബ് അവറുകൾ ഈ മഹത്തരമായ ദീനി വിജ്ഞാന സദസ്സിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ച് സാരസമ്പൂർണമായ ഒരു പ്രഭാഷണം നിങ്ങൾക്ക് നടത്തിയ വലിയ വീട്ടിൽ ജുമാ മസ്ജിദിന്റെ ആദരണീയനായ ചീഫ് ഇമാം തമീം അൻസാരി അൽ ഖാസിമി ഉസ്താദ് അവറുകൾ, വെങ്ങല്ലൂർ പള്ളിയുടെ ആദരണീയനായ ഖത്തീബ്, ഞാൻ ഇവിടെ വന്നപ്പോ നസീഹത്ത് നടത്തിക്കൊണ്ടിരുന്ന മാഹിൻ മൗലവി അൽ ഖാസിമി ഉസ്താദ് അവറുകൾ, ഇവിടെ ഖിറാഅത്ത് നടത്തിയ ബഷീർ ബദരി ഉസ്താദ്, സ്വാഗതം ആശംസിച്ച അൻഷാദ് സാഹിബ്, വെങ്ങല്ലൂർ ഈ പള്ളിയുടെ മുൻ ഖത്തീബും ഞാൻ ഏറെ സ്നേഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന ബഹുമാന്യനായ അലിയാർ ഉസ്താദ് അവറുകൾ, ഈ അനുഗ്രഹീത ദീനി വിജ്ഞാന സദസ്സിൽ എത്തിച്ചേർന്നിട്ടുള്ള പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ഉമ്മ പെങ്ങന്മാരെ, യുവാക്കളെ, സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അർഹമുർ റഹീമായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്നും കഴിഞ്ഞുപോയ എല്ലാവിധ തെറ്റുകുറ്റങ്ങളും വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. അള്ളാഹുവിന്റെ തൃപ്തിയിലായി, അവന്റെ പൊരുത്തത്തിലായി മരണം വരെ ജീവിച്ച് മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടി സ്വർഗം കണ്ട് സന്തോഷിച്ച് മരിക്കുന്ന മുത്തഖീങ്ങളിൽ, മുഖ്ലിസീങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ഇന്ന് മരിച്ചുപോയ മാതാപിതാക്കൾ, ഉസ്താദുമാർ, കൂട്ടുകുടുംബാദികൾ, വേണ്ടപ്പെട്ടവർ, സർവ്വ മുഅ്മിനുകൾ, മുഅ്മിനാത്തുകൾ, പ്രത്യേകിച്ച് വലിയ വീട്ടിൽ പള്ളി ജുമാ മസ്ജിദിന്റെ ചുറ്റുഭാഗത്ത് അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്ന നമ്മുടെ കാരണവന്മാർ, അത്താമാർ, അമ്മമാർ, വേണ്ടപ്പെട്ടവർ എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ധാരാളം ആളുകൾ രോഗികളായി വീടുകളിലും ആശുപത്രികളിലും കഴിഞ്ഞുകൂടുന്നുണ്ട്. ക്യാൻസർ സംബന്ധമായ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്നവർ, സലീം ഉസ്താദ് ഉൾപ്പെടെ അല്ലാഹുവേ, ധാരാളം ആളുകൾ മാരകമായ രോഗത്തിന് അടിമപ്പെട്ട് ചികിത്സയിൽ കഴിഞ്ഞുകൂടുന്നുണ്ട്. എല്ലാവർക്കും പരിപൂർണമായ ശിഫാഹ് നൽകണേ അല്ലാഹ്. താങ്ങാൻ കഴിയാത്ത പരീക്ഷണങ്ങളെ തൊട്ട്, വേദനകളെ തൊട്ട്, പ്രയാസങ്ങളെ തൊട്ട് ഞങ്ങൾ ഓരോരുത്തരെയും നീ കാത്തുരക്ഷിക്കണേ റഹ്മാനെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പരിശുദ്ധമായ റമളാനിന് മുന്നോടിയായി വലിയ വീട്ടിൽ ജുമാ മസ്ജിദിന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന മതവിജ്ഞാന സദസ്സിലാണ് അൽഹംദുലില്ലാഹ് നമ്മൾ എല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്.
വളരെ ശ്രേഷ്ഠമായ ഒരു മജ്ലിസാണ്, വളരെ അനുഗ്രഹീതമായ ഒരു സദസ്സ്. ദീനിന്റെ സദസ്സിനെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വർഗ്ഗ പൂന്തോപ്പ് എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ അത്രമാത്രം വലിയ ശ്രേഷ്ഠതയുള്ള ഒരു സദസ്സിലാണ് അൽഹംദുലില്ലാഹ് നമ്മൾ സമ്മേളിച്ചിരിക്കുന്നത്. അല്ലാഹു ഈ സദസ്സിനെ കബൂലാക്കുമാറാകട്ടെ. അല്ലാഹു ഈ സദസ്സിനെ കബൂലാക്കുമാറാകട്ടെ. വിശുദ്ധ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്റെ മാസം എന്ന് പരിചയപ്പെടുത്തിയ പരിശുദ്ധ ശഅബാൻ, സ്വലാത്ത് അധികരിപ്പിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ച പരിശുദ്ധമായ ശഅബാൻ ഞാൻ നിർവഹിക്കുന്നു, അതുകൊണ്ട് നിങ്ങളും നിർവഹിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പന പുറപ്പെടുവിച്ച, സ്വലാത്തുമായി ബന്ധപ്പെട്ട കൽപ്പന പുറപ്പെടുവിച്ച പരിശുദ്ധ ശഅബാനിന്റെ വളരെ ശ്രേഷ്ഠമായ ഒരു സമയം. ഇൻഷാ അല്ലാഹ് ഇന്ന് ഈ വിനീതൻ വളരെ കുറഞ്ഞ സമയം 10:45 നമുക്ക് പ്രഭാഷണം അവസാനിപ്പിക്കേണ്ടതുണ്ട്. 9:30 മണിയായി. വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഹൃദയവിശുദ്ധിയിലൂടെ റമദാനിലേക്ക് എന്ന വിഷയമാണ് ഇവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ ശഅബാൻ മാസം സമാഗതമാകുമ്പോൾ റമദാനിന് മുന്നോടിയായി നടത്തപ്പെടുന്ന പ്രഭാഷണങ്ങളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു, ഫതഹിറു ഖുലൂബകും, നിങ്ങളുടെ ഹൃദയത്തെ നിങ്ങൾ ശുദ്ധീകരിക്കണമെന്ന്. ഹൃദയ വിശുദ്ധിയോടെ റമദാനിലേക്ക് നിങ്ങൾ കാലെടുത്തു വെക്കണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബാക്കളെ ഉപദേശിക്കുമായിരുന്നു. പരിശുദ്ധ ശഅബാനിന്റെ ബറാഅത്തിന് മുമ്പ് നമ്മുടെ വീടുകൾ നമ്മൾ ശുദ്ധീകരിച്ചു. നമ്മുടെ വീട്ടിലെ ഉപകരണങ്ങളെല്ലാം നമ്മൾ കഴുകി വൃത്തിയാക്കി, പരിസരങ്ങളെല്ലാം ശുദ്ധീകരിച്ചു. എന്നാൽ യഥാർത്ഥത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശുദ്ധീകരിക്കേണ്ടത് നമ്മുടെ ഹൃദയത്തെയാണ്. അടിസ്ഥാനപരമായി നമ്മൾ ഓരോരുത്തരും ശുദ്ധിയാക്കേണ്ടത് നമ്മുടെ ഹൃദയത്തെയാണ്. ഹൃദയത്തെ ശുദ്ധീകരിച്ച് റമദാനിലേക്ക് പ്രവേശിക്കണം. അപ്പോഴാണ് റമദാൻ നമുക്ക് ഉപകാരപ്പെടുക. അതുകൊണ്ട് ആ വിഷയവുമായി ബന്ധപ്പെട്ട്, ഹൃദയ വിശുദ്ധി എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഏതാനും ചില കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് 10:45 സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്ത് പിരിയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, മനുഷ്യന്റെ ശരീരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിരിക്കുന്ന അവയവങ്ങളുടെ കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു അവയവമാണ് ഹൃദയമെന്ന അവയവം. ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും രക്തം പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നത് ഹൃദയത്തിന്റെ പ്രവർത്തനം മൂലമാണ്. നമ്മുടെ ശരീരത്തിന്റെ ഇതര അവയവങ്ങളിലേക്ക് രക്തം പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നത് ഹൃദയത്തിന്റെ പ്രവർത്തനം മൂലമാണ്. ഗർഭധാരണം നടന്ന് 21ാമത്തെ ദിവസം മുതൽ ഹൃദയം അതിന്റെ ജോലി ആരംഭിക്കുകയാണ്. ഹൃദയത്തിന്റെ ജോലി അവസാനിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപ്പെടുമ്പോഴാണ്. അതുവരെ വിശ്രമമില്ലാതെ നമ്മുടെ ശരീരത്തിൽ ജോലി ചെയ്യുന്ന ഒരു അവയവമാണ് ഹൃദയമെന്ന അവയവം. പ്രായപൂർത്തിയായ ഒരാളുടെ ഹൃദയം ദിവസവും 1,00,000-ലധികം പ്രാവശ്യം ഇടിക്കുകയും 7,000 ലിറ്റർ രക്തം പമ്പ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് എന്ന് ആധുനിക ശാസ്ത്രം നമ്മളെ പഠിപ്പിച്ചു തരുമ്പോൾ, നമ്മുടെയൊക്കെ ശരീരത്തെ മാറലിന് പിറകിലായി 2 ശ്വാസകോശങ്ങളുടെയും നടുവിൽ അല്പം ഇടതുവശത്തേക്ക് ചെരിഞ്ഞ് സ്ഥിതി ചെയ്യുന്ന ഏകദേശം 12 സെന്റിമീറ്റർ നീളവും 9 സെന്റിമീറ്റർ വീതിയും 300 ഗ്രാം തൂക്കവുമുള്ള കൈമുഷ്ടിയുടെ അത്ര വലിപ്പമുള്ള ഒരു അവയവമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ശരീരത്തെ സംവിധാനിച്ചിരിക്കുന്ന ഹൃദയമെന്ന അവയവം. മനുഷ്യന്റെ ശരീരത്തെ ക്യാൻസർ ബാധിക്കാത്ത ഒരു അവയവം. വർത്തമാന കാലഘട്ടത്തിൽ നമുക്കറിയാം, ക്യാൻസർ എന്ന മഹാമാരി ലോകത്താകമാനം പടർന്നു പന്തലിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രോഗത്തിൽ നിന്ന് നാം ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആ രോഗത്തിന് അടിമപ്പെട്ട എത്രയോ ആളുകൾ, ആ സഹോദരങ്ങളെ, ചികിത്സയിൽ കഴിഞ്ഞുകൂടുന്നത്. മാറി ക്യാൻസർ വന്നിട്ട് മാറി മുറിച്ചു മാറ്റുന്നവർ, ഗർഭാശയത്തിൽ ക്യാൻസർ വന്നിട്ട് ഗർഭാശയം എടുത്തു കളഞ്ഞവർ, അന്നനാളത്തിൽ ക്യാൻസർ വന്നിട്ട് ഒരു തുള്ളി വെള്ളം പോലും ഇറക്കാൻ കഴിയാതെ വിഷമിക്കുന്നവർ നമ്മുടെ ചുറ്റുഭാഗത്ത് ജീവിച്ചു കൊണ്ടിരിക്കുമ്പോ, മനുഷ്യന്റെ ശരീരത്തിന്റെ ഇതര അവയവങ്ങളെ അപേക്ഷിച്ച് ക്യാൻസർ ബാധിക്കാത്ത ഒരേ ഒരു അവയവം അത് ഹൃദയമാണ്. ഈ ഹൃദയം നമ്മൾ നന്നാക്കണം. ഈ ഹൃദയത്തെ
ഹൃദയം നന്നാകുമ്പോ മനുഷ്യൻ നന്നാകും. നമ്മൾ എന്താ നന്നാകാത്തത്? നമ്മുടെ പ്രവർത്തനങ്ങൾ മോശമാകുന്നതിന്റെ കാരണം എന്താണ്? അടിസ്ഥാനപരമായി നമ്മുടെ ഹൃദയം നന്നാകാത്തത് കൊണ്ടാണ്. ഹൃദയം നന്നായ മനുഷ്യൻ നന്നാകുമെന്ന് ആദരവാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ മാലോകർക്ക് മുഴുവനും മാനവികതയുടെ മഹിത സന്ദേശമോദി മർത്യകുലത്തിനു മാർഗദർശനം നൽകാൻ മാനവകുലത്തിലേക്ക് കടന്നു വന്ന് മലിനമായ മാനവ മനസ്സിനെ മാധുര്യമോറുന്ന മലർവാടിയാക്കി മാറ്റിയ മദീനയുടെ രാജകുമാരൻ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മസ്ജിദുൻ നബവിയിൽ ഒരുമിച്ച് കൂടിയ നൂറുകണക്കിന് സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാ, യാ സ്വഹാബാ, തീർച്ചയായും മനുഷ്യന്റെ ശരീരത്തിൽ ഒരു മാംസകഷണമുണ്ട്. മനുഷ്യന്റെ ശരീരത്തിൽ ഒരു മാംസകഷണമുണ്ട്. അത് നന്നായ ശരീരം മുഴുവനും നന്നാകും എന്ന് പറഞ്ഞ മനുഷ്യൻ നന്നാകുന്നതാ, അവന്റെ കർമ്മങ്ങൾ നന്നാകുന്നതാ. ആ ഹൃദയം മോശമായ, ആ മാംസകഷണം മോശമായ ശരീരം മുഴുവനും മോശമാകുന്നതാ, മനുഷ്യനാകെ മോശമായി തീരുന്നതാ, അവന്റെ കർമ്മങ്ങൾ മോശമായി തീരുന്നതാ. ആ മാംസകഷണം ഏതെന്നറിയോ? അലാ വഹിയൽ ഖൽബ്, അത് ഹൃദയമാണെന്ന് ഹബീബായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ ആ ഹൃദയത്തെയാണ് നമ്മൾ അടിസ്ഥാനപരമായി നന്നാക്കേണ്ടത്. അത് പടച്ചവന്റെ നോട്ടസ്ഥാനമാ, അത് അള്ളാഹുവിന്റെ നോട്ടമെത്തുന്ന സ്ഥലമാ, അത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ തിരുദർശനമുള്ള സ്ഥലമാണ്. മനുഷ്യൻ നോക്കുന്നത് മനുഷ്യന്റെ ശരീരത്തിലേക്കാണെങ്കിലോ, മനുഷ്യൻ നോക്കുന്നത് അവന്റെ വസ്ത്രത്തിലേക്കാണെങ്കില്, മനുഷ്യൻ നോക്കുന്നത് മനുഷ്യന്റെ വീടിലേക്കാണെങ്കില്, അവൻ കെട്ടിപ്പൊട്ടിക്കൊക്കിയിരിക്കുന്ന മണിമാളികയിലേക്കാണെങ്കില്, അത് നോക്കിയാണ് മനുഷ്യന്മാരെ വിലയിരുത്തുന്നതെങ്കില്, സൃഷ്ടാവായ പടച്ച തമ്പുരാൻ ഓരോ മനുഷ്യനെയും വിലയിരുത്തുന്നത് എങ്ങനെയെന്നറിയോ? ഹൃദയത്തിലേക്ക് നോക്കിയിട്ടാണ്. ഹൃദയത്തിന്റെ നീയത്തനുസരിച്ചാണ് പടച്ച തമ്പുരാൻ കൂലി നൽകുന്നത്. ഒരു മനുഷ്യൻ വിജയിയാണോ പരാജിതനാണോ എന്ന് തീരുമാനിക്കപ്പെടുന്നത് ഹൃദയത്തിന്റെ പ്രവർത്തനം മൂലമാണ്. അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു തആല അൻഹു പ്രസിദ്ധനായ സ്വഹാബിയ, ഹബീബായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്ലാമിന്റെ പ്രബോധന പ്രവർത്തനവുമായി പ്രചാരണം ആരംഭിക്കുമ്പോ പ്രാരംഭ ദശയിൽ തന്നെ ഇസ്ലാമിലേക്ക് കടന്നു വന്ന സ്വഹാബിയ അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു തആല അൻഹു ദീനിനു വേണ്ടി ആദ്യമായി രക്തസാക്ഷിയായ മഹദിയായ ബീവി സുമയ്യ റളിയല്ലാഹു തആല അൻഹയുടെ പൊന്നുമോന അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു തആല അൻഹു, ഈ അമ്മാർ റളിയല്ലാഹു അൻഹുവിനെ ശത്രുക്കൾ പിടികൂടുകയാണ്, മർദ്ദിക്കുകയാണ്, ഉപദ്രവിക്കുകയാണ്. മുസ്ലിമല്ലെന്ന് പറഞ്ഞാൽ, വിശ്വാസിയല്ലെന്ന് പറഞ്ഞാൽ നിന്നെ ഞങ്ങൾ വെറുതെ വിടാമെന്ന് അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു തആല അൻഹുവിനോട് ശത്രുക്കൾ പറയുമ്പോ അമ്മാർ റളിയല്ലാഹു അൻഹുവിനെ തന്റെ പ്രിയപ്പെട്ട മാതാവായ ബീവി സുമയ്യ റളിയല്ലാഹു തആല അൻഹയുടെ മരണം ഓർമ്മ വരികയാണ്. അബൂജഹൽ എന്ന് പറയുന്ന ക്രൂരനായ മനുഷ്യനുണ്ടല്ലോ, ക്രൂരനായ മനുഷ്യനുണ്ടല്ലോ, സുമയ്യ ബീവി റളിയല്ലാഹു തആല അൻഹുവിനെ അടിവയറ്റിലേക്ക് കുന്തം കുത്തി ഇറക്കി കൊന്നുകളഞ്ഞോ. അതുപോലെ താനും ഭീകരമായി കൊല ചെയ്യപ്പെടുമോ എന്ന് പേടിച്ചുകൊണ്ട് മുസ്ലിമല്ലെന്ന് രക്ഷപ്പെടാൻ വേണ്ടി പറയുകയാ. ഞാൻ വിശ്വാസിയല്ലെന്ന്, മുസ്ലിമല്ലെന്ന് രക്ഷപ്പെടാൻ വേണ്ടി അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു തആല അൻഹു പറയുകയാ. ശത്രുക്കൾ അദ്ദേഹത്തെ വെറുതെ വിട്ടു, ശത്രുക്കൾ അദ്ദേഹത്തെ വെറുതെ വിട്ടു. പിന്നെയാണ് ഓർമ്മ വന്നത്, അല്ലാ ഞാൻ എന്താണ് പറഞ്ഞത് പടച്ചവരെ? മുസ്ലിമല്ലെന്നല്ലേ ഞാൻ പറഞ്ഞത്? ഞാൻ ഇസ്ലാമിന്റെ പുറത്തു പോയോ? ഞാൻ ഇസ്ലാമിൽ നിന്നും വ്യതിചലിച്ചു പോയോ? അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു തആല അൻഹു പൊട്ടിക്കരഞ്ഞുകൊണ്ട് പ്രവാചകന്റെ സവിധത്തിലേക്ക് കടന്നു വന്നിട്ട് പറയുകയാ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ശത്രുക്കൾ എന്നെ പിടികൂടി നബിയെ, മർദ്ദിച്ചു നബിയെ, കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി. എന്റെ പ്രിയ
പ്രിയപ്പെട്ട ഉമ്മയുടെ മരണം എനിക്ക് ഓർമ്മ വന്നപ്പോ ഞാനും അതുപോലെ കൊല ചെയ്യപ്പെടുമോ എന്ന് പേടിച്ചുകൊണ്ട്, അതുപോലെ വധിക്കപ്പെടുമോ എന്ന് പേടിച്ചുകൊണ്ട് മുസ്ലിം അല്ലെന്നൊരു വാക്ക് പറഞ്ഞു നബിയേ ഞാൻ ഇസ്ലാമിന്റെ പുറത്തു പോയോ എന്ന് പ്രവാചകനോട് അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു തആല ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ അമ്മാറിനോട് ചോദിക്കുകയാണ്, കൈഫ ഖൽബുക യാ അമ്മാർ, കൈഫ ഖൽബുക യാ അമ്മാർ, നിന്റെ ഹൃദയത്തിന്റെ അവസ്ഥ എങ്ങനെയാണ്? ഞാൻ ഈ ചരിത്രം പറയുന്നത് മനുഷ്യന്റെ ഹൃദയം നോക്കിയിട്ടാണ് പടച്ചതമ്പുരാൻ മാർക്കിടുന്നത്. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാ, കൈഫ ഖൽബുക യാ അമ്മാർ, നിന്റെ ഹൃദയത്തിന്റെ അവസ്ഥ എങ്ങനെയായിരുന്നു? നീ മുസ്ലിം അല്ലെന്ന് പറഞ്ഞപ്പോ നിന്റെ ഹൃദയം എങ്ങനെയായിരുന്നു? യാ റസൂലല്ലാഹ്, എന്റെ ഹൃദയത്തിൽ ഈമാൻ ഉണ്ടായിരുന്നു. ഖൽബി മുത്മഇന്നുൻ ബിൽ ഈമാൻ, ഹൃദയത്തിൽ ഈമാൻ സദാ സമാധാനപ്പെടുന്ന അവസ്ഥയിലായിരുന്നുവെന്ന് അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു തആല പറയുമ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിശബ്ദനാവുകയാണ്. കാരണം അല്ലാഹുവിന്റെ റസൂലിന് സ്വന്തമായിട്ടൊരു അഭിപ്രായം പറയാൻ സാധിക്കില്ലല്ലോ, സ്വന്തമായിട്ടൊരു അഭിപ്രായം പറയാ പ്രവാചകന് കഴിയില്ലല്ലോ. അതാ വരുന്നു മലക്കുൽ അംലാക്ക്, മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വരികയാണ്. അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹുവിന്റെ വിഷയത്തിൽ തീരുമാനമുണ്ടാകുകയാണ്. ഖുർആനിക വചനം അവതരിക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മാ കഫറ ബില്ലാഹി മിൻ ബഅദി ഈമാനിഹി ഇല്ലാ മൻ ഉക്രിഹ വഖൽബുഹു മുത്മഇന്നുൻ ബിൽ ഈമാൻ. ഹബീബായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് ജിബ്രീൽ കടന്നു വരികയാണ്. അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹുവിന്റെ വിഷയത്തിൽ ആയത്ത് അവതരിക്കുകയാണ്. ആരെങ്കിലും വിശ്വാസത്തിന് ശേഷം നിർബന്ധിക്കപ്പെട്ട അവസ്ഥയിൽ അവിശ്വസിച്ചു പോയാ അവന്റെ ഹൃദയത്തിൽ ഈമാൻ ഉണ്ട് എങ്കിൽ, ഹൃദയത്തിൽ ഈമാൻ സമാധാനമടന്ന അവസ്ഥയിലാണെങ്കിൽ കുഴപ്പമില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടൻ തന്നെ അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, അമ്മാർ, നിന്റെ ഹൃദയത്തിൽ വിശ്വാസമുണ്ടായിരുന്നല്ലോ, നിന്റെ ഹൃദയത്തിൽ ഈമാൻ ഉണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് നീ ഇസ്ലാമിന്റെ പുറത്തു പോയിട്ടില്ല, വിശ്വാസത്തിൽ നിന്നും വ്യതിചലിച്ചിട്ടില്ലെന്ന് ആദരവാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞുവെങ്കിൽ അല്ലാഹുവിന്റെ നോട്ടം എവിടേക്കെന്നറിയോ? ഹൃദയത്തിലേക്കാ. ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ ജിസാമികും വലാ ഇലാ സുവരികും വലാകിൻ യൻദുറു ഇലാ ഖുലൂബികും. നിങ്ങളുടെ ശരീരത്തിലേക്ക് പടച്ചതമ്പുരാൻ നോക്കുന്നില്ല. കാണാൻ അഴകുള്ളവനാണോ, അഴകില്ലാത്തവനാണോ, കറുത്തവനാണോ, വെളുത്തവനാണോ, അല്ലാഹു നോക്കുന്നില്ല. പ്രിയമുള്ളവരെ, നിങ്ങളുടെ രൂപങ്ങളിലേക്ക് പടച്ചതമ്പുരാൻ നോക്കുന്നില്ല. വലാകിൻ യൻദുറു ഇലാ ഖുലൂബികും. നിങ്ങളുടെ ഓരോരുത്തരുടെയും ശരീരത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിരിക്കുന്ന കൈമുട്ടിയുടെ അത്ര വലിപ്പമുള്ള ഹൃദയമുണ്ടല്ലോ, ആ ഹൃദയത്തിലാക്കാണ് പടച്ചതമ്പുരാൻ നോക്കുന്നത് എന്ന് ആദരവാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനും നിങ്ങളും അടിസ്ഥാനപരമായി നന്നാക്കേണ്ടത് നമ്മുടെ ഹൃദയത്തെയാണ്. ഹൃദയത്തെ ശുദ്ധീകരിച്ചാൽ വിജയിക്കാൻ പറ്റൂ. വീടടിച്ചു വാരിയതുകൊണ്ട് മാത്രം കാര്യമില്ല. ശഅബാൻ വരുമ്പോ വീട് കഴുകി വൃത്തിയാക്കിയതുകൊണ്ട് മാത്രം കാര്യമില്ല. നമ്മുടെ മനസ്സിനെ കഴുകി വൃത്തിയാക്കണം, നമ്മുടെ ഹൃദയത്തെ കഴുകി ശുദ്ധിയാക്കണം. എങ്കിലാണ് നമുക്ക് വിജയിക്കാൻ സാധിക്കുക. വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറയുന്നു, ഖദ് അഫ്ലഹ മാ സക്കാഹാ വഖദ് ഖാബ മാ ദസ്സാഹാ. ഖദ് അഫ്ലഹ മാ സക്കാഹാ വഖദ് ഖാബ മാ ദസ്സാഹാ. ആരാണോ ഈ ഹൃദയത്തെ ശുദ്ധിയാക്കിയത്? ഇതിനെ ആര് കഴുകി വൃത്തിയാക്കിയോ? മലിനമായ വസ്തുക്കൾ
നജസുകളിൽ നിന്ന്, ഹൃദയത്തിന്റെ നജസുകളിൽ നിന്ന് ആര് ഹൃദയത്തെ ശുദ്ധിയാക്കിയോ അവൻക്ക് മാത്രമാണ് വിജയിക്കാൻ സാധിക്കുക. വഖദ് ഖാബ മൻ ദസ്സാഹാ, ഹൃദയത്തെ മലിനപ്പെടുത്തിയവൻ പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് ആപതിച്ചു പോകുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ശരീഫ് പഠിപ്പിക്കുമ്പോ ജനങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനാരെന്നറിയോ? ജനങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായ ആളുകളാരാ? ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ അടുക്ക സഹാബത്ത് വന്ന് ചോദിച്ചു, അയ്യുന്നാസി അഫ്ളലു യാ റസൂലല്ലാഹ്, അയ്യുന്നാസി അഫ്ളലു യാ റസൂലല്ലാഹ്, ജനങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്കൃഷ്ടനായ ആളുകളാരാ? ജനങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠതയുള്ള ആളുകൾ, മഹത്വമുള്ള ആളുകളാരാ? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു മഹ്മൂമിൽ ഖൽബി സദൂഖുൽ ലിസാനി, വൃത്തിയുള്ള ഹൃദയം, ശുദ്ധിയുള്ള ഹൃദയവും സത്യസന്ധമായ നാവുമുള്ളവൻ. വൃത്തിയുള്ള ഹൃദയവും സത്യസന്ധമായ നാവുമുള്ളയാളാണ് ജനങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ സ്വഹാബത്തിന് വേണ്ട വിധത്തിൽ കാര്യം മനസ്സിലായില്ല. സ്വഹാബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, സദൂഖുൽ ലിസാനി നഅരിഫുഹു ഫമാ മഖ്മൂമിൽ ഖൽബ്, സത്യസന്ധമായ നാവുള്ളവൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കാര്യം പിടികിട്ടി, എന്നാൽ വൃത്തിയുള്ള ഹൃദയം, ശുദ്ധിയുള്ള ഹൃദയം എന്ന് പറഞ്ഞാൽ എന്താണ് ഞങ്ങൾക്ക് മനസ്സിലായില്ല. സത്യസന്ധമായ നാവുള്ളവർ എന്ന് പറഞ്ഞാൽ നാവ് കൊണ്ട് സത്യം മാത്രം പറയുന്നയാൾ, നാവ് കൊണ്ട് സത്യം മാത്രം പറയുന്നയാൾ. എന്നാൽ വൃത്തിയുള്ള ഹൃദയം എന്ന് പറഞ്ഞാൽ എന്തെന്ന് മനസ്സിലായില്ല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഹുവ തഖിയ്യു, പടച്ച തമ്പുരാനെ പേടിക്കുന്ന, അന്നഖിയ്യു, മാലിന്യങ്ങളിൽ നിന്നെല്ലാം മുക്തമായ ഹൃദയമുള്ളവൻ. പടച്ച തമ്പുരാനെ പേടിക്കുന്ന, പടച്ചവനെ ഭയപ്പെടുന്ന, മാലിന്യങ്ങളിൽ നിന്നെല്ലാം മുക്തമുള്ള ഹൃദയമുള്ളവൻ. എന്നിട്ട് ഒന്നുകൂടി വിശദീകരിക്കാൻ, ലാ ഇസ്മ ഫീഹി, പാപവൃത്തിയോ, വലാ ബഗയ ഫീഹി, കുറ്റവാസനയോ, വലാ ഗില്ലും വലാ ഹസദ, ഒരാളോടുള്ള പകയോ അസൂയയോ വിദ്വേഷമോ വൈരാഗ്യമോ ഒന്നുമില്ലാത്ത ഹൃദയം, അതാണ് ശുദ്ധിയുള്ള ഹൃദയം. ഒരാൾക്ക് എപ്പോഴും തെറ്റ് ചെയ്യണമെന്ന ആ ഒരു ആഗ്രഹമാണ് എങ്കിൽ അവന്റെ ഹൃദയം മലിനമായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കണം. ഒരാൾക്ക് എന്തെങ്കിലും നേട്ടം കിട്ടുമ്പോ അതിന്റെ പേരിൽ ഒരാൾ അസൂയ വെച്ചാൽ, ഒരാളോട് ഭയങ്കര വിദ്വേഷമാണ്, ഒരാളോട് ഭയങ്കര വൈരാഗ്യമാണ്, പക മനസ്സിന്റെ ഉള്ളിൽ കൊണ്ട് നടക്കുകയാണ്. ചെറിയ ചെറിയ കാര്യങ്ങളുടെ പേരിൽ പക മനസ്സിന്റെ ഉള്ളിൽ കൊണ്ട് നടക്കുകയാണ്. ഒരു മനുഷ്യന്റെ പരാജയം ആഗ്രഹിക്കുകയാണ്, ഒരാളുടെ തകർച്ച ആഗ്രഹിക്കുകയാണ്. അങ്ങനത്തെ മനസ്സാണെങ്കിൽ ആ ഹൃദയം മലിനമായിട്ടുണ്ട് എന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവർക്ക് അല്ലാഹുവിന്റെ അടുക്കൽ ഒരു സ്ഥാനം ഉണ്ടാകില്ല, അവർക്ക് അല്ലാഹുവിന്റെ അടുക്കൽ ഒരു മഹത്വം ഉണ്ടാകില്ല. സഹോദരങ്ങളെ, മോണിറ്റർ വിട്ടുപോകുന്നു. സഹോദരങ്ങളെ, നമ്മൾ ഇബാദത്ത് ചെയ്തു, നമസ്കരിച്ചു, നോമ്പ് പിടിച്ചു, എല്ലാം ചെയ്തു, പക്ഷെ നമ്മുടെ ഹൃദയം മലിനമാണെങ്കിൽ അതുകൊണ്ട് യാതൊരുവിധ ഫലവുമില്ല. നാളെ നമ്മുടെ ഇബാദത്തുകൾ കൊണ്ട് ഒരു ഫലവും നമുക്ക് ലഭിക്കുകയില്ല. ആദരവാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മസ്ജിദുൻ നബവിയിൽ ഒരുമിച്ച് കൂടിയ നൂറുകണക്കിന് സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, സ്വഹാബ, നാളെ പടച്ചവന്റെ പരലോകമുണ്ടല്ലോ. മാതാപിതാക്കളോ മക്കളോ കൂടപ്പറപ്പുകളോ കൂട്ടുകാരോ ഉപകാരപ്പെടാത്ത പരലോകമുണ്ടല്ലോ. സൂര്യനൊരു ജാനുയരത്തിൽ കത്തിച്ചൊലിച്ചു നിൽക്കുന്ന പരലോകമുണ്ടല്ലോ. ഇന്ന് ഭൂമിയിൽ നിന്ന് 15 കോടി കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന, സെക്കൻഡിൽ 280 കിലോമീറ്റർ വേഗതയില് ഒരു ദിവസം 1,72,80,000 കിലോമീറ്റർ സഞ്ചരിക്കുന്ന സൂര്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്മാരുടെ തലകട വരിചാനുയരത്തിൽ ഉദിപ്പിച്ചു നിർത്തുന്ന പരലോകത്ത് ഒരു വിഭാഗം ആളുകൾ കടന്നു വരികയാ. യഅതൂന യൗമൽ ഖിയാമത്തി ബിഅംസാലി ജിബാലി തിഹാമാ, നന്മകളുടെ കൂമ്പാരവുമായി. അവർ ദുനിയാവിൽ ഒരുപാട് നമസ്കരിച്ചവരാ, ദുനിയാവിൽ ഒരുപാട് നോമ്പ് പിടിച്ചവരാ, ദുനിയാവിൽ ഒരുപാട് സ്വതക്ക കൊടുത്തവരാ, ദിക്റുകൾ ചൊല്ലിയവരാ, സലാത്ത് ചൊല്ലിയവരാ. നന്മകളുടെ കൂമ്പാരവുമായി, പർവ്വത സമാനമായ നന്മകളുമായി അല്ലാഹുവിന്റെ പരലോകത്തേക്ക് കടന്നു വരുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. ഫയജഅലഹുല്ലാഹു ഹബാഅൻ മൻസൂറാ,
അവരുടെ നമസ്കാരങ്ങള്, ഇബാദത്തുകള്, അവരുടെ സുഹൃതങ്ങള് വിതറപ്പെട്ട ധൂളികളെ പോലെ പടച്ചതമ്പുരാൻ പറത്തിക്കളയുമത്രേ. കത്തിയാളുന്ന ഭീകരമായ ഭീതിജനകമായ ഭീകത്സമായ നരകത്തിലേക്ക് പടച്ചതമ്പുരാൻ അവരെ വലിച്ചെറിയുമത്രേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് പറയുമ്പോ സദസ്സിലുണ്ടായിരുന്ന സൗബാൻ റളിയല്ലാഹു അൻഹു പ്രവാചകനോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, നന്മ ചെയ്തിട്ടെന്തേ നരകത്തിൽ പോയത്? ഇബാദത്ത് അനുഷ്ഠിച്ചിട്ടെന്തേ സ്വർഗ്ഗത്തിൽ പോകാതെ നരകത്തിലേക്ക് പോയി? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാ, അവരുടെ ഹൃദയം മലിനമായിരുന്നു, ഹൃദയത്തിന് ശുദ്ധിയില്ലായിരുന്നു. അവർ നമസ്കരിക്കുന്നതോടൊപ്പം നോമ്പ് പിടിക്കുന്നതോടൊപ്പം ഹൃദയത്തെ മലിനമാക്കി കൊണ്ട് നടന്നവരാ, ഹറാമുമായി ബന്ധപ്പെട്ടവരാ, ഹറാമുമായി ബന്ധപ്പെട്ട് ജീവിതം നയിച്ചവരാ. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആൻ ശരീഫിലൂടെ എന്തെല്ലാം കാര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കണമെന്ന് പറഞ്ഞോ, എന്തെല്ലാം കാര്യങ്ങളിലേക്ക് അടുക്കരുതെന്ന് പറഞ്ഞോ, അതിലേക്ക് അടുത്തുകൊണ്ട് ദുനിയാവിൽ ജീവിച്ചവരാ. അതുകൊണ്ടാണ് പടച്ചവന്റെ പരലോകത്തെ കത്തിയാളുന്ന ഭീകരമായ ഭീതിജനകമായ ഭീകത്സമായ നരകത്തിലേക്ക് പടച്ചതമ്പുരാൻ വലിച്ചെറിഞ്ഞതെന്ന് ആദരവാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തരുമ്പോ, യൗമലാ യൻഫഉ മാലു വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. സലീമായ ഹൃദയവുമായി പടച്ചവന്റെ പരലോകത്തിലേക്ക് കടന്നു വരുന്നവർക്കാ വിജയിക്കാൻ സാധിക്കുക. സന്താനങ്ങളോ സ്വത്തുക്കളോ ഒന്നും ഉപകാരപ്പെടാത്ത പരലോകത്ത് സലീമായ നിഷ്കളങ്കമായ, ഒരാളോടും അസൂയയില്ലാത്ത, ഒരാളോടും വിദ്വേഷമില്ലാത്ത, ഒരാളോടും വൈരാഗ്യമില്ലാത്ത, അഹങ്കാരമില്ലാത്ത ഹൃദയവുമായി പടച്ചവന്റെ പരലോകത്തേക്ക് കടന്നു വരണം. എങ്കിലാ വിജയിക്കാൻ സാധിക്കുക. സലീമായ ഹൃദയമുണ്ടോ, നമ്മൾ അല്ലാഹുവിന്റെ പരലോകത്ത് വിജയിക്കും. പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ശരീഫ് എടുത്ത് പരിശോധിച്ചു നോക്കുമ്പോ സലീമായ ഒരു ഹൃദയമുള്ള ഒരു പ്രവാചകനെ പറ്റി വിശുദ്ധ ഖുർആൻ ചർച്ച ചെയ്യുന്നുണ്ട്. ആരാണ് ആ പ്രവാചകൻ എന്നറിയോ? മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ആകാശഭൂമി കദീവതിയായ അല്ലാഹുവിന്റെ ഖുദ്റത്തിനാലെ ഇബ്രാഹിം എന്ന നബിയോടൊരാജ്ഞ, ഇസ്മായിലാകും പൊന്മോനെ അറുക്കാൻ. അതു കേട്ടു ഞെട്ടി തെറിച്ചില്ല ഈമാൻ, അതു കേട്ടു പൊട്ടി കരഞ്ഞില്ല പൂമാൻ. ഇസ്മായിലോട് പറഞ്ഞു ഖലീല്, ഇറയോന്റെ കൽപ്പനക്കില്ലാ ബദല്. ആദർശത്തിന്റെ പിതാവെന്ന് പരിശുദ്ധമായ ഖുർആൻ ശരീഫ് വിശേഷിപ്പിച്ച വത്തഖദല്ലാഹു ഇബ്രാഹീമ ഖലീലാ, പടച്ചതമ്പുരാന്റെ കൂട്ടുകാരനായ നമ്മളോടെല്ലാം പിൻപറ്റാൻ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച വത്തബിഉ മില്ലത ഇബ്രാഹീമ ഹനീഫ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആനിലൂടെ പറഞ്ഞ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരിടത്ത് പറഞ്ഞു തരികയാ, വ ഇന്ന മിൻ ശിയതിഹി ലഇബ്രാഹീം ഇദ് ജാഅ റബ്ബഹു ബിഖൽബിൻ സലീം. സലീമായ ഹൃദയമുള്ളയാളായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. സലീമായ ഹൃദയമുള്ള ആളായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരാളോടും അസൂയയില്ല ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്, ഒരാളോടും വിദ്വേഷമില്ല, ഒരാളോടും പകയില്ല. പടച്ച തമ്പുരാൻ പറയുന്ന കാര്യങ്ങൾ അക്ഷരം പ്രതി അനുസരിച്ചുകൊണ്ട് ഒരനുസരണയുള്ള മുസ്ലിമായി, ഒരു മൂമിനായി ഈ ലോകത്ത് ജീവിച്ച് മരണപ്പെട്ടു പോയ ആളാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ആ ഇബ്രാഹിം നബിയെ പിൻപറ്റാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാനും നിങ്ങളും പറയുന്നയാൾ ആദ്യം ചേട്ടൻ നിങ്ങൾ ഹൃദയത്തെ നന്നാക്കണം. അല്ലാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യന്റെ ഹൃദയം മലിനമായിക്കൊണ്ടിരിക്കും. മനുഷ്യന്റെ ഹൃദയം മലിനമായിക്കൊണ്ടിരിക്കും. നമ്മുടെ ശരീരം മലിനമാകുന്നത് പോലെ
ശരീരം മലിനമാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ശരീരത്തിന് അഴുക്ക് വന്നാൽ നമ്മൾ കുളിക്കും, വൃത്തിയാകും. നമ്മുടെ വസ്ത്രത്തിൽ അഴുക്ക് പറ്റിയാൽ അത് നമ്മൾ കഴുകി ശുദ്ധിയാക്കും. ഇതുപോലെ നമ്മുടെ മനസ്സും മലിനമാകും. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കൃത്യമായി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ശരീരത്തിന് രോഗം വരുന്നത് പോലെ ഹൃദയത്തിനും രോഗം വരും. ശാരീരിക രോഗങ്ങളാണ് ക്യാൻസർ, ശാരീരിക രോഗമാണ് പനി, ശാരീരിക രോഗമാണ് തലവേദന, വയറുവേദന. ഇതൊക്കെ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? ഡോക്ടർമാരെ പോയി കാണും, അല്ലെ? ഡോക്ടർമാരെ പോയി കണ്ട് അവരിൽ നിന്ന് മരുന്ന് വാങ്ങിച്ച് നമ്മൾ രോഗം മാറ്റും. എന്നാൽ ഹൃദയത്തിന് എത്രയോ കാലമായിട്ട് രോഗം ബാധിച്ചിട്ടുണ്ട്, നമ്മൾ മനസ്സിലാക്കുന്നില്ല. ഹൃദയത്തിന്റെ രോഗമാണ് പടച്ചവനെ പേടിയില്ലായ്മ. ഹൃദയത്തിന്റെ രോഗമാണ് നന്മകളിലേക്ക് ആഗ്രഹമില്ലാത്തത്. ഹൃദയത്തിന്റെ രോഗമാണ് അസൂയ, ഹൃദയത്തിന്റെ രോഗമാണ് അഹങ്കാരം, ഉജുബ്. എല്ലാം ഹൃദയത്തിന്റെ രോഗമാണ്. ഈ രോഗം വരുമ്പോ നമ്മൾ ഹൃദയത്തെ നന്നാക്കണം. ഹൃദയ രോഗങ്ങൾക്കുള്ള മരുന്നുകളെ സംബന്ധിച്ച് മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റഹ്മത്തുള്ളാഹി അലൈഹി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ദവാഉ ഖൽബി ഖംസതുൻ ഫതിലാവതുൻ ബിതദബ്ബുരിൽ മഅനാ വലിൽ ബത്നിൽ ഖലാ വഖിയാമു ലൈലിൻ വതമർറു ബിസ്സഹാർ ومجالسات صالحين الفضلاء. സൈനുദ്ദീൻ മഖ്ദൂം റഹ്മത്തുള്ളാഹി അലൈഹി പറയാ, മനുഷ്യന്റെ ഹൃദയത്തിന് രോഗം വരും. ആ ഹൃദയത്തിന് രോഗം വരുമ്പോൾ 5 മരുന്ന് കൊണ്ട് ചികിത്സിക്കണം. ഇതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ഹൃദയം മലിനമാകും, ഹൃദയത്തിന് അഴുക്കുണ്ടാകും, ഹൃദയത്തിന് നജസുണ്ടാകും. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മസ്ജിദുൻ നബവിയിൽ ഒരുമിച്ച് കൂടിയ സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഇന്നൽ ഖുലൂബ തസ്തവു കമാ യസ്തവുൽ ഹദീദ്. ഇരുമ്പിനെ കറപിടിക്കുന്നത് പോലെ ഹൃദയം അഴുക്കാകുന്നതാണ്, ഹൃദയത്തിന് കറപിടിക്കുന്നതാ, ഹൃദയത്തിന് മാലിന്യം വരുന്നതാണ്. സ്വഹാബത്ത് പ്രവാചകരോട് ചോദിക്കുകയാണ്, വമാ ജലാഉഹാ യാ റസൂലല്ലാഹ്. ഹൃദയത്തിന് രോഗം വന്നാൽ, ഹൃദയം മലിനമായാൽ, ഹൃദയം അഴുക്കായാൽ എങ്ങനെയാണ് അതിനെ ശുദ്ധിയാക്കുന്നത്? ആദരവാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, തിലാവത്തുൽ ഖുർആൻ വദിക്റുൽ മൗത്ത്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ശരീഫ് നിങ്ങൾ പാരായണം ചെയ്താൽ ഉമ്മത്തി മുഹമ്മദിന്റെ സന്മാർഗ ദർശനത്തിനായി അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ അവതരിപ്പിച്ച കാലഘട്ടത്തിന്റെ വേദഗ്രന്ഥമായ വിശുദ്ധമായ ഖുർആൻ ഉണ്ടല്ലോ, മനുഷ്യ സമൂഹത്തിന്റെ സകലമായ സമസ്യകളെയും യുക്തിപൂർവ്വം സമീപിച്ച അമൂല്യ ഗ്രന്ഥമായ പരിശുദ്ധമായ ഖുർആൻ ഉണ്ടല്ലോ. മദ്യം ഭുജിക്കാതെ ഉറങ്ങാത്ത, മദ്യം മണത്താതെ ഉണരാത്ത, മദ്യത്തിന്റെ മാദകലകരിയിൽ മതോന്മത്തരായി കഴിഞ്ഞുപോയ ഒരു സമൂഹത്തെ മദ്യത്തിന്റെ മായാവലയത്തിൽ നിന്ന് മുക്തമാക്കി ലോകമാകുന്ന സ്ക്രീനില് സൂപ്പർ സ്റ്റാറുകളാക്കി മാറ്റിയ ഗ്രന്ഥമായ ഖുർആൻ ഉണ്ടല്ലോ. ഹിറാ ഗുഹയിൽ ഗാനനിരതനായിരുന്ന പശ്ചാത്തലത്തില് ഇക്രയുടെ വീരമന്ത്രോച്ചാരണം മുഴക്കിക്കൊണ്ട് ലോകത്തിന്റെ നെറുകയിൽ ആദ്യമായി വിദ്യാഭ്യാസത്തിന്റെ വാതായനങ്ങൾ തുറന്നുകൊടുത്ത അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനും എടുക്കുമോ സഹോദരങ്ങളെ? അതൊന്ന് പഠന വിധേയമാക്കുമോ? അത് പാരായണം ചെയ്യുമോ? നിന്റെ ഹൃദയം നന്നാകുമെന്ന്, നിന്റെ ഹൃദയത്തിന്റെ മാലിന്യത നീക്കുമെന്ന്. ഹൃദയത്തിൽ എന്തെല്ലാം രോഗമുണ്ടെങ്കിലും ശരി, ഖുർആൻ ഓതുമ്പോ മനുഷ്യന്റെ ഹൃദയം നന്നാകുമെന്ന് ആദരവാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. ശരീരത്തിന്റെ രോഗത്തിന് ശമനമായിട്ട് മാത്രമല്ല ഖുർആൻ അവതരിച്ചിരിക്കുന്നത്, ഹൃദയത്തിന്റെ രോഗത്തിനും ശമനമാ, ഹൃദയത്തിന്റെ രോഗത്തിനും ശമനമാ. വനുനസ്സിലു മിനൽ ഖുർആൻ وننزل من القرآن ما هو شفاء ورحمة للمؤمنين ولا يزيد الظالمين إلا خسارا.
ശാരീരികമായ രോഗത്തിന് മാത്രം ശമനമല്ല. ഒരു പനി വരുമ്പോ നമ്മൾ പരിശുദ്ധ ഖുർആൻ ഓതി സൂറത്തുൽ ഫാത്തിഹ ഓതി മന്ത്രിക്കുമല്ലോ, അസുഖം മാറുമല്ലോ. ഹൃദയത്തിനും രോഗം വരുമ്പോ ഹൃദയ രോഗങ്ങൾക്കും ശമനമാണ് പരിശുദ്ധ ഖുർആൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുമ്പോ സഹോദരങ്ങളെ, നമ്മൾ പരിശുദ്ധ ഖുർആനുമായി ഒരു ബന്ധമുണ്ടാക്കണേ. പരിശുദ്ധമായ ഖുർആനുമായി ഒരു അടുപ്പമുണ്ടാക്കണേ. പരിശുദ്ധമായ ഖുർആൻ എന്തെല്ലാം കാര്യങ്ങളാ പടച്ച തമ്പുരാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയ ഗ്രന്ഥമാണ് പരിശുദ്ധമായ ഖുർആൻ. ആ ഖുർആനുമായിട്ട് നമുക്കൊരു ബന്ധം ഉണ്ടാകണം, ആ ഖുർആനുമായിട്ടൊരു അടുപ്പുണ്ടാകണം. സൈനുദ്ദീൻ മഖ്ദൂം റഹ്മത്തുള്ളാഹി അലൈഹി അത് തന്നെയാണ് പറയുന്നത്. ദവാഉ ഖൽബി ഖംസതുൻ ഫതിലാവതുൻ ബിതദബ്ബുരിൽ മഅനാ വലിബതുനിൽ ഖലാ. ഒരു കാലഘട്ടത്തെ ജനങ്ങളെ ഇസ്ലാമിക വൈജ്ഞാനിക മേഖലയിലേക്ക് അറിവിന്റെ നിറവെളിച്ചത്തിലേക്ക് കൈപിടിച്ച അറിയിച്ച മഹാപണ്ഡിതനായ സൈനുദ്ദീൻ മഖ്ദൂം റഹ്മത്തുള്ളാഹി പറയുകയാ, ഹൃദയ രോഗങ്ങൾക്ക് 5 മരുന്നുകളുണ്ട്. അതിലൊന്നാമത് പറഞ്ഞത് ഫതിലാവത്തുൻ ബിതദബ്ബുരിൽ മഅനാ, അർത്ഥവും ആശയവും മനസ്സിലാക്കി അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ശരീഫ് പാരായണം ചെയ്യുക. അർത്ഥം മനസ്സിലാക്കണം, ആശയം മനസ്സിലാക്കണം. എന്നിട്ട് ഖുർആൻ ഓതുമ്പോ മനുഷ്യന്റെ ഹൃദയം നന്നാകും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട. 4000-6000 പരം ആയത്തുകളുള്ള 114 സൂറത്തുകളെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിരിക്കുന്ന മക്കയിലും മദീനയിലും ഒക്കെയായി അവതരിപ്പിക്കപ്പെട്ട സൂറത്തുകൾ ഉൾക്കൊള്ളുന്ന പരിശുദ്ധമായ ഖുർആൻ. ആ ഖുർആൻ എന്താണെന്ന് മനസ്സിലാക്കി ഖുർആൻ ശരിക്കും പഠിക്കാനും അത് വായിക്കാനും അത് പാരായണം ചെയ്യാനും നമ്മൾ തയ്യാറായാൽ നമ്മുടെ ഹൃദയം നന്നാകും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട. സഹോദരങ്ങളെ, ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമായ, ലോകത്തെ ഏറ്റവും ഉത്കൃഷ്ടമായ അറബി ഭാഷയിലാണ് പരിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചിരിക്കുന്നത്. അറബി ഭാഷയ്ക്ക് ഒരുപാട് പ്രത്യേകതയുണ്ട്. ഒരിക്കലും മാറ്റമില്ലാത്ത ഒരു ഭാഷയാണ് അറബി ഭാഷ. 500 വർഷം മുമ്പ് എഴുതപ്പെട്ട ഒരു ഉറുദു പുസ്തകം ഇന്ന് വായിച്ചെടുക്കാൻ വലിയ പ്രയാസമാണ്. 500 വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ട ഇംഗ്ലീഷിൽ ചോസർ എന്ന് പറയുന്ന എഴുത്തുകാരൻ എഴുതിയ കൃതികൾ യൂണിവേഴ്സിറ്റി പ്രൊഫസർമാർക്കൊഴികെ ബാക്കി ആർക്കും വായിച്ചെടുക്കാൻ കഴിയില്ല. കാരണം ആ ഭാഷകളിലൊക്കെ കാലക്രമേണ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എന്നാൽ അറബി ഭാഷയിൽ ഒരിക്കലും മാറ്റം ഉണ്ടാവില്ല. ഹബീബായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്ത് പരിശുദ്ധമായ ഖുർആൻ, ആ ഖുർആൻ ഇറക്കിയ അറബി ഭാഷ ഇന്ന് വാർത്താ മാധ്യമങ്ങളിലൂടെ നാം കേട്ടുകൊണ്ടിരിക്കുന്ന, മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന അറബി ഭാഷയും തമ്മിൽ വ്യാകരണത്തിലോ ഉച്ചാരണത്തിലോ ഒരുവിധ വ്യത്യാസവുമില്ല. ഖിയാമത്ത് നാൾ വരെ വരാനിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഖുർആൻ മനസ്സിലാക്കണം, ഖുർആൻ മനസ്സിലാകണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് മാറ്റമില്ലാത്ത ഏറ്റവും ശ്രേഷ്ഠമായ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട അറബി ഭാഷയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനെ ഈ ലോകത്തേക്ക് ഇറക്കുകയുണ്ടായി. ആ ഖുർആൻ കൊണ്ടാണ് ഈ ലോകത്ത് ഒരുപാട് മാറ്റങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്നത്. ഈ ഖുർആൻ അവതീർണമാകുന്ന ആ കാലഘട്ടത്തെ സംബന്ധിച്ച് ചരിത്രകാരന്മാർ പറയുന്നത് എന്താണ്? യുദ്ധം, മദ്യം, പെണ്ണ്, ഈ 3 കാര്യങ്ങൾ അറബികളുടെ ജീവിതത്തിൽ ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്തതായിരുന്നു. യുദ്ധം, മദ്യം, പെണ്ണ്, ഈ 3 കാര്യങ്ങൾ അറബികളുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തതായിരുന്നു. അഹങ്കാരം അവർക്കുണ്ടായിരുന്നു, അസൂയ അവർക്കുണ്ടായിരുന്നു. എന്തെല്ലാം ചമ്മാടിത്തരങ്ങൾ ഇന്ന് നമ്മൾ കാണുന്നു, അതിന്റെ എല്ലാം മൂർധന്യാവസ്ഥയിലായിരുന്നു ആ കാലഘട്ടത്തെ ആളുകൾ ജീവിച്ചിരുന്നത്. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഏറ്റവും വലിയ തെമ്മാടിയായിരുന്നില്ലേ? സ്വന്തം മകളെ കൊന്നയാളാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, ജീവനോടെ കുഴിച്ചു മൂടിയാള്. ആ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ മാറ്റമുണ്ടായത് ഖുർആനിലൂടെയാണ്. എന്നതാ പറയുന്നത്, ഖുർആൻ നമ്മൾ ഓതുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്താൽ നമ്മുടെ ഹൃദയത്തിന് മാറ്റം ഉണ്ടാകും, നമ്മുടെ ഹൃദയത്തിന് വെളിച്ചമുണ്ടാകും. ഖത്താബിന്റെ വീട്ടിൽ വളർത്തുന്ന കനിത മുസ്ലിമായാലും ഉമർ മുസ്ലിമാകിൽ നിന്ന് പരസ്യ പ്രഖ്യാപനം നടത്തിയ ചന്തയിലൂടെ കള്ളുകുടിച്ച്
പെണ്ണ് പിടിച്ചു പറിച്ച് ആളുകളുടെ തലക്ക് വില പറഞ്ഞ് വില്ലാതെ വീണ വിലസിയ മനുഷ്യനായിരുന്നു ഉമർ ബിനുൽ ഖത്താബ്. ആ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെ മാറ്റിമറിച്ച ഗ്രന്ഥമേതാ? പരിശുദ്ധമായ ഖുർആന. ത്വാഹ മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതഷ്ഖാ ഇല്ലാ തദ്കിറതൻ ലിമൻ യഖ്ശാ തൻസീലൻ മിമ്മൻ ഖലഖൽ അർള വസ്സമാവാതിൽ ഉലാ അർറഹ്മാനു അലൽ അർശി ഇസ്തവാ. പരിശുദ്ധമായ ഖുർആനിലെ വളരെ പ്രധാനപ്പെട്ട അധ്യായമായ സൂറത്തുൽ താഹയിലൂടെ ഇസ്ലാമിലേക്ക് കടന്നു വന്നയാളാ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. ഈ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മനസ്സ് മാറിയില്ലേ പ്രിയമുള്ളവരെ? മനസ്സ് നന്നായില്ലേ? ഖൽബ് നന്നായില്ലേ? ഈ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ള സ്വഹാബാക്കളെ സംബന്ധിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞല്ലോ, ഖൈറുൽ ഖുറൂനി ഖർനീ സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. ഏറ്റവും നല്ല കാലഘട്ടം എന്റെ കാലഘട്ടമാണ്. അസ്ഹാബീ കന്നുജൂം, അസ്ഹാബീ കന്നുജൂം. എന്റെ സ്വഹാബാക്കൾ നക്ഷത്ര തുല്യരാണ്. ഫബിഅയ്യിഹിം ഖതദൈതും നിഹ്തദൈതു. അവരിൽ ആരെ നിങ്ങൾ പിൻപറ്റിയാലും നിങ്ങൾക്ക് ഹിദായത്ത് കിട്ടുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന അവസ്ഥയിലേക്ക് ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഉൾപ്പെടെയുള്ള സഹാബത്ത് മാറിയെങ്കിൽ അവരുടെ ഹൃദയത്തെ നന്നാക്കിയത്, അവരുടെ ഹൃദയത്തെ ശുദ്ധിയാക്കിയ ഗ്രന്ഥം പരിശുദ്ധമായ ഖുർആന. ഖുർആൻ അവരുടെ ഹൃദയത്തിൽ ഒരുപാട് സ്വാധീനമുണ്ടാക്കി. ഖുർആൻ ഓതിയിട്ടൊരു കാര്യം പറഞ്ഞാൽ അക്ഷരം പ്രതി അനുസരിക്കുന്ന അവസ്ഥയിലേക്ക് സ്വഹാബത്ത് മാറി. ഖുർആൻ ഓതിയിട്ടൊരു കാര്യം പറഞ്ഞാൽ അക്ഷരം പ്രതി അനുസരിക്കുന്ന അവസ്ഥയിലേക്ക് അവരുടെ ഹൃദയം നന്നായി. ഹബീബായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിൽ നിന്ന് മരണപ്പെട്ടു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്ത് എന്ന് പറഞ്ഞാൽ സ്വഹാബാക്കളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസം സൃഷ്ടിച്ച ഒന്നാണ്. പലരും ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി എന്നറിഞ്ഞുകൂടി പല ആളുകളും മുർത്തദ്ദായി പോയി, ഇസ്ലാമിന്റെ പുറത്തു പോയി. പല സ്വഹാബാക്കളുടെയും മാനസികമായ ചില തകരാറിലായി. കാരണം ജീവന് തുല്യം അവർ സ്നേഹിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മരണം സ്വഹാബാക്കളെ മാനസിക വിഭ്രാന്തിയിലാക്കി. പാടും ബിലാലെന്ന് പാട്ട് മറന്നല്ലോ, ധീരരാമു മറന്ന് ആടിയുലഞ്ഞല്ലോ. പാടും ബിലാലെന്ന് പാട്ട് മറന്നല്ലോ, ധീരരാം ഉമറന്ന് ആടിയോലഞ്ഞല്ലോ. അറുതും സമവാത്തും പൊട്ടിക്കരഞ്ഞല്ലോ, ആറ്റൽ റസൂലുള്ളാഹ് വിട്ട് പിരിഞ്ഞല്ലോ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്ത് സ്വഹാബത്തിന് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. പ്രിയമുള്ളവരെ, ജീവൻ പോലും അല്ലാഹുവിന്റെ റസൂലിന് വേണ്ടി കൊടുക്കാൻ തയ്യാറായിരുന്നു സ്വഹാബത്ത്. അബ്ദുല്ലാഹി ഇബ്നു സയ്യിദ് റളിയല്ലാഹു തആല അൻഹു ഈത്തപ്പന തോട്ടത്തിൽ നിന്ന് ഈത്തപ്പഴം പറിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരാൾ വന്നുകൊണ്ട് പറഞ്ഞത്, ഹബീബായ പ്രവാചകൻ ഈ ലോകത്ത് എന്ന് വിട പറഞ്ഞിട്ടുണ്ട്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞിട്ടുണ്ട്. ഉടൻ തന്നെ ആകാശത്തിലേക്ക് കൈയുയർത്തിക്കൊണ്ട് അബ്ദുല്ലാഹി ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു ദുആ ചെയ്യുകയാ, അല്ലാഹുമ്മ അമിനി ലാറാ ബഅദ മുഹമ്മദിൻ അബദാ. എനിക്കെന്റെ ഹബീബിനെ ഇനി കാണാൻ കഴിയില്ല. എന്റെ കണ്ണുകൊണ്ട് ഇനി എന്റെ റസൂലുള്ളാഹിനെ കാണാൻ കഴിയില്ലെങ്കിൽ എനിക്ക് എന്തിനാണ് റബ്ബേ കണ്ണ്? എനിക്ക് കണ്ണു വേണ്ട അല്ലാ, എന്റെ കണ്ണിന്റെ കാഴ്ച ശക്തി നീ തിരിച്ചെടുക്കണേ അല്ലാ എന്ന് അബ്ദുല്ലാഹി ഇബ്നു സയ്യിദ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹു ഇസ്ലാമിന്റെ പ്രഥമ മുഅദ്ദിനായ വിശ്വാസദാർഢ്യത്തിന്റെയും ആത്മധൈര്യത്തിന്റെയും മഹിതമായ മാതൃക ലോകത്തിന് കാഴ്ചവെച്ച മഹാനായ സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു തആല അൻഹു മദീന വിട്ട് പോവുകയാണ്. ഇനി എന്തിന്
പള്ളിയിൽ നിൽക്കണം. എന്റെ ഹബീബില്ലാത്ത മദീന എനിക്ക് വേണ്ട. എനിക്ക് ഈ മദീനത്തെ പള്ളിയിൽ ബാങ്ക് വിളിക്കാൻ എനിക്ക് കഴിയില്ല. മുഹമ്മദ് നബിയുടെ പേരുച്ചരിക്കാൻ എനിക്ക് സാധ്യമല്ലെന്ന് പറഞ്ഞുകൊണ്ട് റളിയല്ലാഹു അൻഹു മദീന വിട്ട് പോകാൻ ഒരുങ്ങുകയാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഊരിപ്പിടിച്ച വാളുമായി സ്വഹാബത്തിന്റെ നേരെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, ആരാ എന്റെ ഹബീബ് മരിച്ചു എന്ന് പറയുന്നത്? ആരാ എന്റെ റസൂലുള്ളാഹി വഫാത്തായി എന്ന് പറയുന്നത്? അവരെ ഞാൻ കൊന്നുകളയുമെന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുത്തുനബിയുടെ വഫാത്തിന്റെ സമയത്ത് ചാരത്തുണ്ടായിരുന്നില്ല. റസൂലുള്ളാഹിന്റെ വഫാത്ത് കേട്ടിട്ട് ഓടി വരികയാ അബൂബക്കർ സിദ്ദീഖ്. അലാ യാ റസൂലല്ലാഹി കുന്ത റജാനാ, അലാ യാ റസൂലല്ലാഹി കുന്ത റജാനാ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രവാചകനെ കടത്തിയിരിക്കുന്ന റൂമിലേക്ക് കടന്നു വന്നിട്ട് റസൂലുള്ളാഹിന്റെ ശരീരത്തിൽ നിന്ന് വസ്ത്രമങ്ങ് മാറ്റിയിട്ട് മുത്തുനബിക്ക് ചുടുചുംബനങ്ങൾ നൽകിയിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് വരുമ്പോ ഊരിപ്പിടിച്ച വാളുമായി നിൽക്കുന്ന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെയാ കാണുന്നത്. എങ്ങനെയാണ് ഉമറിനെ ശാന്തനാക്കുന്നത്? ആര് ശാന്തനാക്കിയിട്ടും ഉമർ ശാന്തനാകുന്നില്ല. ആര് ശാന്തനാക്കിയിട്ടും ഉമർ ശാന്തനാകുന്നില്ല. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തൂരിസിലേക്ക് പോയി വന്നതുപോലെ എന്റെ ഹബീബ് പോയിട്ട് വരും. മാനസിക നില തകരാറിലായി പോയ വില്ലാളി വീരനായ ഉമർ ബിൻ ഖത്താബ്, ധൈര്യശാലിയായ ഉമർ ബിൻ ഖത്താബ് ഈ അവസ്ഥ എങ്ങനെയാ നേരിട്ടത്? അവിടെയാണ് ചിന്തിക്കേണ്ടത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നേരെ പോയി വുളൂ ചെയ്യുകയാ. പരിശുദ്ധമായ ഖുർആൻ എടുക്കുകയാണ്. ഉമറിന്റെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റസൂൽ أفإن مات أو قتل انقلبتم على أعقابكم ومن ينقلب على عقبيه فلن يضر الله شيئا وسيجزي الله الشاكرين. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മരണം പ്രവചിക്കുന്ന ആയത്തോടുകയാണ്. മുഹമ്മദ് നബി ഒരു പ്രവാചകൻ മാത്രമാണ്. ഇതിനു മുമ്പ് ഒരുപാട് പ്രവാചകന്മാർ ഈ ലോകത്ത് കടന്നു പോയിട്ടുണ്ട്. അവർ കൊല ചെയ്യപ്പെടുകയോ മരിക്കുകയോ വധിക്കപ്പെടുകയോ ചെയ്യുമ്പോ നിങ്ങൾ ദീനിൽ നിന്ന് പുറകോട്ട് മാറുകയാണോ? ഈ ആയത്തങ്ങ് ഓതുമ്പോ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ സ്വബോധം തിരിച്ചു കിട്ടുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു വാൾ താഴേക്ക് വലിച്ചെറിയുകയാണ്. ഞാൻ പറഞ്ഞത് ഒരു കാലഘട്ടത്തിൽ ഇസ്ലാമിലെ ഏറ്റവും കൂടുതൽ വെറുത്ത എല്ലാ തെമ്മാടിത്തരങ്ങളും ചെയ്ത അതിന്റെ മുൻപന്തിയിലുണ്ടായിരുന്ന ഉക്കാല ചന്തയിൽ കള്ളുകുടിച്ച് പെണ്ണുപിടിച്ച് പിടിച്ചുപറിച്ച് ആളുകളുടെ തനക്ക് വില പറഞ്ഞ് വില്ലാളി വീരനായി വിലസിയ മനുഷ്യൻ ഉമർ ബിൻ ഖത്താബ് സൂറത്തു താഹയിലൂടെ ഇസ്ലാമിലേക്ക് കടന്നു വന്ന് പ്രവാചകന്റെ അനുയായിയായി മാറി. പിന്നെ ഖുർആനുമായിട്ടൊരു ബന്ധമുണ്ടായപ്പോ, ഖുർആനുമായി അടുപ്പമുണ്ടായപ്പോ ഹൃദയം സംസ്കരിക്കപ്പെട്ട്, ഹൃദയം ശുദ്ധീകരിക്കപ്പെട്ട് മദീനത്തെ മസ്ജിദുൻ നബവിയിലെ സുബ്ഹി നിസ്കാരത്തിന് പരിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഫഅമ്മൽ ഇൻസാനു ഇദാ മബ്തലാഹു റബ്ബുഹു ഫഅക്രമഹു വനഅമഹു ഫയഖൂലു റബ്ബി أكرمن وأما إذا ما ابتلاه فقدر عليه رزقه فيقول ربي أهانن كلا بل لا تكرمون اليتيم ولا تحاضون على طعام المسكين وتأكلون التراث أكلا لما وتحبون المال حبا جما كلا إذا دكت الأرض دكا دكا
وجاء ربك والملك صفا صفا وجيء يومئذ بجهنم يومئذ يتذكر الإنسان وأنى له الذكرى. പരിശുദ്ധമായ ഖുർആനിന്റെ സൂറത്തുൽ ഫജ്ർ മദീനത്തെ മസ്ജിദുൻ നബവിയിൽ സുബ്ഹി നിസ്കാരത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഓതിക്കൊണ്ടിരിക്കുമ്പോ സഹോദരങ്ങളെ നരകത്തെ പറ്റി പരാമർശിക്കുന്ന ആയത്ത് വരുമ്പോ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ പിന്നീട് ഓതാൻ കഴിയുന്നില്ല. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല ഏകരടിച്ച് പൊട്ടിക്കരയുകയാണ്. സഹോദരങ്ങളെ മദീന പള്ളി മുഴുവനും കരച്ചിലാണ്. ഈ അവസ്ഥയിലേക്ക് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ മാനസാന്തരപ്പെടുത്തിയ ഗ്രന്ഥമാണ് പരിശുദ്ധമായ ഖുർആൻ. ഒരു കൊച്ചുകുട്ടിയെ കാണുമ്പോ കൈപിടിച്ചിട്ട് സലാം പറഞ്ഞിട്ട് പൊന്നുമോരെ ഈ പാവിയായ ഉമറിന് വേണ്ടി ദുആ ചെയ്യോ, ഈ പാപിയായ ഉമറിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുമോ? ഈ ഉമർ ഒരുപാട് തെറ്റ് ചെയ്തവനാ, ഈ ഉമർ ഒരുപാട് പാപം ചെയ്തവനാ. പൊന്നുമോനെ നിനക്ക് പാപമില്ലല്ലോ, നിന്റെ ദുആ അല്ലാഹു സ്വീകരിക്കുമെന്ന് പറയുന്ന ഉമർ ബിൻ ഖത്താബ് അഹങ്കാരത്തിന്റെ ഒരു അണുമണി തൂക്കം പോലും ഹൃദയത്തിലില്ലാതെ കുട്ടികളോട് സലാം പറയാനും ആ രീതിയിൽ ഇടപെടാനും തനിക്ക് വേണ്ടി ദുആ ചെയ്യാനും പറയുന്ന അവസ്ഥയിലേക്ക് അത്ര വലിയ വിനയത്തിന്റെ ഉടമയായി ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മാറിയത് ഹൃദയം നന്നായത് കൊണ്ടാ. പ്രിയമുള്ളവരെ, ഹൃദയം നന്നായവർക്ക് അങ്ങനെ വിനയം കാണിക്കാൻ കഴിയൂ? 4 കാശ് കയ്യിൽ വരുമ്പോ അഹങ്കരിക്കുന്ന ആളുകളുണ്ട്, ഇൽമു വരുമ്പോ അഹങ്കരിക്കുന്ന ആളുകളുണ്ട്. എന്തെങ്കിലും ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമ്പോൾ അഹങ്കാരത്തിന്റെ വർത്തമാനം പറയുന്ന ആളുകളുണ്ട്. അത് ഹൃദയം മലിനമാണ് എന്നതിന്റെ അർത്ഥമാ. ഹൃദയം നന്നായാൽ, ഹൃദയം ശുദ്ധീകരിക്കപ്പെട്ടാൽ അവന്റെ ഹൃദയത്തിൽ ഒരിക്കലും അഹങ്കാരം ഉണ്ടാവില്ല, ഒരാളോടും അസൂയ ഉണ്ടാകില്ല. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു. അതാ ഞാൻ പറഞ്ഞത്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ മാറ്റിമറിച്ച ഗ്രന്ഥം പരിശുദ്ധമായ ഖുർആൻ. അതുകൊണ്ട് ആ ഖുർആനുമായി നമുക്കൊരു ബന്ധമുണ്ടാകണം. മഗ്രിബ് ഇശാഇന്റെ ഇടയിൽ സൂറത്തുൽ വാഖിയ നമ്മൾ ഓതണം, സൂറത്തുൽ മുൽക്ക് ഓതണം. പഴയ കാലത്തൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. നമ്മുടെയൊക്കെ കുടുംബങ്ങൾ, നമ്മുടെ കാരണവന്മാർ നമ്മളോട് പറയും, മഗ്രിബായാൽ ഫാത്തിഹ ഓത് മോനെ, ഇഖ്ലാസ് ഓത് മോനെ, സൂറത്തുൽ വാഖിയ ഓത്, മുൽക്ക് ഓത്, യാസീൻ ഓത്, മരിച്ചവർക്ക് വേണ്ടി യാസീൻ ഓത് കൊടുക്കും. ഇന്നാരാ പറയുന്നത്? എത്ര കുടുംബങ്ങൾ പറയുന്നു, എത്ര കുടുംബങ്ങൾ മഗ്രിബ് ഇശാഇനിടയിൽ ഖുർആൻ തുറന്നു നോക്കുന്നു. വർഷങ്ങളായി ഖുർആൻ നമ്മുടെ അലമാരകളിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. അതെടുത്ത് ഖത്തം തീർക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? പരിശുദ്ധ റമളാൻ വരുമ്പോഴും ആ ഖുർആനുമായിട്ട് ബന്ധപ്പെടാൻ മനുഷ്യന് കഴിയുന്നില്ല. അത്രമാത്രം മനുഷ്യൻ ഖുർആനുമായിട്ട് അകന്നു. പിന്നെ എങ്ങനെയാണ് അവൻ നന്നാകുന്നത്? പിന്നെ എങ്ങനെ ഹൃദയം ശുദ്ധിയാകും? മഹദിയായ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ എന്ന് പറയുന്ന ഒരു പെണ്ണിനെ പറ്റി എന്റെ പ്രിയപ്പെട്ട ഉമ്മമാർക്ക് ഞാൻ പറഞ്ഞു തരാം. വരിസേബി വന്ന് ഹാദിറായോക്ക് വൈദിയനോരത്ത് നോമ്പ് സീക്കുവാൻ സൗമാനേ പെരിയവൻ നോമ്പോട് കൂടിയെന്നെ പൽത്താരേ മരണമാക്കും എന്ന് വിണ്ട് ഓതി അന്നാമാനേ. 145 റബീഉൽ അവ്വലിൽ ലോകത്തേക്ക് പിറന്നു വീണ ഹബീബായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബ പരമ്പരയിൽ പിറന്നു വീണ പെണ്ണ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ വീട്ടിന്റെ മുന്നിൽ സ്വന്തമായിട്ട് ഖബർ കുഴിച്ചിട്ട്, ആ ഖബറിന്റെ ഉള്ളിലേക്ക് ആ പെണ്ണ ഇറങ്ങിയിരുന്നുവത്രേ. 4000 പ്രാവശ്യമാ അല്ലാഹുവിന്റെ കലാം ആ പെണ്ണ് ഓതി തീർത്തത്. 4000 പ്രാവശ്യം ഖത്തം തീർത്തു. 30 വയസ്സായവരെ, 40 വയസ്സായവർ, 60 വയസ്സായവരെ സദസ്സിലുണ്ടല്ലോ. എനിക്കും നിങ്ങൾക്കും എത്ര തവണ ഖുർആൻ ഖത്തം തീർക്കാൻ സാധിച്ചു? ഖുർആനെ സ്നേഹിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഖുർആനെ ഇഷ്ടപ്പെടാൻ നമുക്ക് കഴിയുന്നുണ്ടോ? അത് അല്ലാഹുവിന്റെ കലാമല്ലേ, അത് അല്ലാഹുവിന്റെ
അല്ലാഹുവിന്റെ കലാമല്ലേ? നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ വീട്ടിന്റെ മുന്നിൽ സ്വന്തമായിട്ട് ഖബർ കുഴിച്ചിട്ട് ആ ഖബറിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിയിരുന്ന് 4000 പ്രാവശ്യം അല്ലാഹുവിന്റെ കലാം ഓതി തീർത്ത ആ മഹദിക്ക് അല്ലാഹു കൊടുത്ത ഭാഗ്യം എന്തെന്നറിയോ സഹോദരങ്ങളെ? പരിശുദ്ധമായ റമളാനിൽ ഖുർആൻ ഓതി മരിക്കാനുള്ള ഭാഗ്യം. റമളാനിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? ശഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഖുർആൻ അവതരിപ്പിച്ച മാസമാണ് റമളാൻ മാസം. ഖുർആൻ അവതരിച്ച മാസമാണ് റമളാൻ. അതുകൊണ്ട് നോമ്പ് പിടിക്കാനാ പടച്ച തമ്പുരാൻ പറഞ്ഞത്. ഫമൻ ശഹിദ മിൻകും അശ്ശഹറ ഫൽയസുംഹു. ആദ്യം ഖുർആനെ പറഞ്ഞു, പിന്നെ നോമ്പ് പറഞ്ഞു. ആദ്യം ഖുർആനെ പറഞ്ഞു, പിന്നെ നോമ്പ് പറഞ്ഞു. മനുഷ്യന്റെ ഹൃദയം നന്നാക്കാൻ അല്ലാഹു അവതരിപ്പിച്ച ഗന്ധമായ ഖുർആൻ ആദ്യം പറഞ്ഞിട്ട് പിന്നെ ആ നോമ്പ് പറയുന്നത്. റമളാനിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, റമളാനിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഖുർആനാണ്. ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ നോമ്പ്. ഖുർആൻ ഇറക്കിയ മാസമായ റമളാനിൽ ഒരാള് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഫല്ലസുംഹു, അവൻ നോമ്പ് പിടിക്കട്ടെ. ഖുർആൻ അവതരിപ്പിച്ച മാസമായ റമളാനിൽ ഒരാൾ ജീവിച്ചിരിക്കുന്നെങ്കിൽ ഫമൻ ശഹിദ മിൻകും അശ്ശഹറ ഫല്ലസുംഹു, അവൻ നോമ്പ് പിടിക്കട്ടെ എന്നല്ല പറഞ്ഞത്. അപ്പൊ ആദ്യം ഖുർആൻ പറഞ്ഞു, പിന്നെ നോമ്പ് പറഞ്ഞു. മഹദിയായ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല പരിശുദ്ധമായ ഖുർആൻ ഓതുകയാണ്. റമളാനിന്റെ 17ന്റെ പകല്, റമളാനിന്റെ 17ന്റെ പകല്. ആ പകലിനും ഒരു പ്രത്യേകതയുണ്ടല്ലോ, ആ പകലിനും ഒരു പ്രത്യേകതയുണ്ടല്ലോ. ബദർ യുദ്ധകാലം തന്നിൽ പടവെട്ടി വിജയിച്ച ബഹുമാന സുഹദാവുൽ ബദരീങ്ങളെ ഉദികത്തു ഇസ്ലാമിൽ ഉയർമാലും കൊടുത്തുള്ള ഉശിരപ്പൂലികളാം ബദരീങ്ങളെ. മഹാന്മാരായ ബദരീങ്ങള് അസത്യത്തിനെതിരെ പോരാടി, അസത്യത്തിനെതിരെ പോരാടി, കമ്മാടികൾക്കെതിരെ പോരാടി. ആകാശ ലോകത്ത് നിന്ന് ജിബ്രീൽ ഉൾപ്പെടെയുള്ള മാലാഖമാരെ ഭൂമിയിൽ ഇറക്കിക്കൊണ്ട് മുത്തുനബിയെയും സഹാബത്തിനെയും സഹായിച്ച ആ ഒരു ദിവസമുണ്ടല്ലോ. ആ ബദറിന്റെ 17ന്റെ പകലില് നോമ്പുകാരിയാണ് നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹാ. ആളുകൾ പറഞ്ഞു, നോമ്പുപേക്ഷിക്ക് നഫീസ, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവൻ അപകടത്തിലാകും. ആ സമയത്ത് നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ പറഞ്ഞത് എന്തെന്നറിയോ? 40 കൊല്ലമായി പടച്ചവരോട് ഞാൻ ദുആ ചെയ്യുകയാ, 40 കൊല്ലമായി പടച്ചവരോട് ഞാൻ ദുആ ചെയ്യുകയാ, എന്നെ നോമ്പുകാരിയായി മരിപ്പിക്കണേ അല്ലാഹ്. 40 വർഷമായിട്ട് പടച്ചവരോട് ഞാൻ ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാ. ആ എന്നോടാണോ നോമ്പ് ഉപേക്ഷിക്കാൻ നിങ്ങൾ പറയുന്നത്? ഞാൻ ഒരിക്കലും നോമ്പ് ഉപേക്ഷിക്കില്ല. അങ്ങനെ സൂറത്തുൽ അൻആം ഓതിക്കൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധ ഖുർആൻ എടുത്ത് സൂറത്തുൽ അൻആം ഓതിക്കൊണ്ടിരിക്കുമ്പോ ലഹും ദാറുസ്സലാം, ലഹും ദാറുസ്സലാം, ലഹും ദാറുസ്സലാം عند ربهم وهو وليهم بما كانوا يعملون. പണിയെടുത്ത ആളുകൾക്ക് പരലോകത്ത് ദാറുസ്സലാമുണ്ട്. പണിയെടുത്ത ആളുകൾക്ക് പരലോകത്ത് ദാറുസ്സലാമുണ്ട്. ലഹും ദാറുസ്സലാം. സ്വർഗത്തെ പറ്റി പ്രതിപാദിക്കുന്ന ആയത്ത് വരുമ്പോ പരലോകത്തെ വീടിനെ പറ്റി, സ്വർഗത്തിന്റെ വീടിനെ പറ്റി പരാമർശിക്കുന്ന ആയത്ത് വരുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന കലിമ ചൊല്ലിയിട്ട് ഈ ലോകത്തെ എന്ന് വിട പറഞ്ഞു പോയ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ മരിച്ചതുപോലെ എന്റെ പ്രിയപ്പെട്ട ഉമ്മ നിങ്ങൾക്ക് മരിക്കണോ? മൗലാന മുഹമ്മദ് അലി ജൗഹർ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടതുപോലെ മൗലാന മുഹമ്മദ് അലി ജൗഹർ ആരാണ്? മൗലാന മുഹമ്മദ് അലി ജൗഹർ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ശരീഫ് ചെറുപ്പത്തിലെ തന്നെ മനപ്പാഠമാക്കി ആലിമായി ഹാഫിളായി മഹാപാണ്ഡിത്യത്തിന്റെ ഉടമയായി തീർന്നയാളാ മൗലാന മുഹമ്മദ് അലി ജൗഹർ. 2 വയസ്സുള്ളപ്പോ വാപ്പ മരിച്ചു. ബീഗം ആബിദ എന്ന ഉമ്മ പൊന്നുമോനെ വളർത്തി വലുതാക്കി. ഭൗതികമായ വിദ്യാഭ്യാസം കൊടുത്തു, ഖുർആനിക വിദ്യാഭ്യാസവും കൊടുത്തു. എന്റെ ഉമ്മമാരെ, രക്ഷകർത്താക്കളെ, നിങ്ങളുടെ
മക്കൾ നന്നാകണോ? നിങ്ങളുടെ മക്കളെ കഞ്ചിനും കള്ളിനും കഞ്ചാവിനും ലഹരിക്കും അടിമകളാകാതെ മാതാപിതാക്കൾക്ക് ഉപകാരപ്പെടുന്ന, സമൂഹത്തിന് ഉപകാരപ്പെടുന്ന, സമുദായത്തിന് ഉപകാരപ്പെടുന്ന പൊന്നുമക്കളായി വളരണോ? അവർക്ക് ഖുർആനിക വിദ്യാഭ്യാസം നൽകണം. ഇവിടെ മദ്രസ ഉണ്ട്, ആ മദ്രസയിലേക്ക് നിങ്ങളുടെ പൊന്നുമക്കളെ നിങ്ങൾ പറഞ്ഞേക്കണം. അല്ലെങ്കിൽ അടിവയറ്റിലേക്ക് കത്തികുത്തി ഇറക്കുന്ന മക്കളുടെ കാലഘട്ടത്തിൽ നമ്മുടെ മക്കളും അങ്ങനെയായ നമ്മൾ നശിച്ചില്ലേ, നമ്മൾ പരാജയപ്പെട്ടില്ലേ? അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ മക്കളെ നന്നാകണമെങ്കിലും മക്കളെ ഖുർആൻ പഠിപ്പിക്കണം. മക്കളെ ഹൃദയവിശുദ്ധിയുള്ളവരായി ജീവിക്കണമെങ്കിൽ നമ്മുടെ മക്കൾക്ക് ഖുർആനിക വിദ്യാഭ്യാസം നൽകണം. ഭൗതിക വിദ്യാഭ്യാസം വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. മൗലാന മുഹമ്മദ് അലി ജൗഹറിന് ഭൗതിക വിദ്യാഭ്യാസം വേണ്ടുവോളം കൊടുത്തു. ലണ്ടനിലെ ഏറ്റവും വലിയ കലാലയമായ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലേക്ക് പറഞ്ഞയച്ച നിയമ പഠനത്തിന് വേണ്ടി പറഞ്ഞയച്ച് പഠിപ്പിച്ചു. ഈ കുട്ടി പിന്നെ ആരായി മാറിയെന്നറിയോ? 1930 ബോംബെയിൽ നിന്ന് വിക്ടോറിയ കപ്പൽ കയറി ലണ്ടനിലേക്ക് പോവുകയാണ്. ഗാന്ധിജി യാത്രയാക്കുകയാണ്. ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സംസാരിക്കാൻ ബോംബെയിൽ നിന്ന് വിക്ടോറിയ കപ്പൽ കയറി ലണ്ടനിലേക്ക് പോകുമ്പോ ഗാന്ധിജിയാണ് യാത്രയാക്കുന്നത്. അവിടെ പോയിട്ട് നീ എന്ത് പ്രഭാഷണമാണ് നടത്താൻ പോകുന്നത്? അവിടെ പോയിട്ട് നീ എന്ത് പ്രസംഗമാണ് നടത്താൻ പോകുന്നത്? ആ സമയത്ത് തന്നെ സർവാണിയിൽ നിന്ന് പരിശുദ്ധ ഖുർആനിന്റെ ഒരു കോപ്പി ഇങ്ങനെ ഉയർത്തി കാണിച്ച് ഗാന്ധിജിയോട് പറയാണ്, ഇതിൽ പറയാത്ത ഒന്നുമില്ല, ഇതിൽ അവകാശങ്ങളെ പറ്റി ചർച്ച ചെയ്യുന്നുണ്ട്. മനുഷ്യന്റെ വ്യക്തിപരമായ അവകാശങ്ങൾ, സാമൂഹികപരമായ അവകാശങ്ങൾ എല്ലാം ഇതിലുണ്ട്. ഇതിലുള്ള കാര്യമായി എനിക്ക് അവിടെ പോയി പറയാനുള്ളത്. അങ്ങനെ 80 രാജ്യങ്ങൾ ഒന്നിച്ചു ഭരിക്കുന്ന ജോർജിന്റെ മുന്നിൽ പോയി പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോ, പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് ഇടയ്ക്ക് പറഞ്ഞു. നബി തങ്ങളുടെ പേരിടയ്ക്ക് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഒരിക്കലും ആ മനുഷ്യന്റെ പേര് ഇവിടെ ഉച്ചരിക്കരുത്. ജോർജ് പറയാ, ആ മനുഷ്യന്റെ പേര് ഇവിടെ ഉച്ചരിക്കരുത്, എനിക്ക് ഇഷ്ടമല്ല. സ്വാതന്ത്ര്യത്തിന് വേണ്ടി സംസാരിച്ചോ, പക്ഷെ ആ മനുഷ്യന്റെ പേര് ഇവിടെ ഉച്ചരിക്കാൻ പാടില്ല. ആ സമയത്ത് തന്റെ മുന്നിലുണ്ടായിരുന്ന ഡെസ്കില് ശക്തമായി അടിച്ചിട്ട് ജോർജിന്റെ മുന്നിലേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, മിസ്റ്റർ ജോർജ്, നിങ്ങൾ എന്റെ മതത്തെ ചോദ്യം ചെയ്യുകയാണോ? നിങ്ങൾ എന്റെ ആദർശത്തെ ചോദ്യം ചെയ്യുകയാണോ? ഒന്നാമത് ആദർശ കാര്യത്തിൽ ഞാനൊരു മുസ്ലിമാണ്, രണ്ടാമതും ഞാനൊരു മുസ്ലിമാണ്, മൂന്നാമതും പറയാൻ ഞാനൊരു മുസ്ലിമാണ്. ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സംസാരിക്കുമ്പോ ഒന്നാമത് ഞാനൊരു ഇന്ത്യക്കാരനാണ്, രണ്ടാമതും ഞാനൊരു ഇന്ത്യക്കാരനാണ്, അവസാനമായും പറയാൻ ഞാനൊരു ഇന്ത്യക്കാരനാണ്. ഒന്നുകിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം തരണം, അല്ലെങ്കിൽ സ്വതന്ത്രമായ ഈ മണ്ണിൽ എനിക്ക് ആറടി മണ്ണ് വേണം. ബക്കിംഗ്ഹാം കൊട്ടാരത്തെ കിടുകിടാ ഉറപ്പിച്ചു മൗലാന മുഹമ്മദ് അലി ജൗഹർ. ഖുർആനെ സ്നേഹിച്ചു, ഖുർആൻ ഇഷ്ടപ്പെട്ടു. യാത്രകളിൽ പോകുമ്പോൾ സമയം കിട്ടുമ്പോൾ എല്ലാം അദ്ദേഹം ഖുർആൻ ഓതി. അദ്ദേഹത്തിന്റെ കൂടെ ഖുർആൻ ഉണ്ടായിരുന്നു. സർവാനിയുടെ പോക്കറ്റിൽ പരിശുദ്ധ ഖുർആന്റെ ഒരു കോപ്പി അദ്ദേഹം എപ്പോഴും സൂക്ഷിച്ചിരുന്നു. അത്രമാത്രം ഖുർആനോട് ബന്ധമുള്ള ആൾ ലോകത്ത് നിന്ന് മരണപ്പെട്ടത് പരിശുദ്ധ ഖുർആൻ ഓതിയാണ് ചരിത്രം പറയുമ്പോൾ. ഏതൊന്നിനോട് നമുക്ക് ഏറ്റവും കൂടുതൽ താല്പര്യമുണ്ടോ, എങ്ങനെ ജീവിക്കുന്നോ അങ്ങനെ മരിക്കൂ എന്ന് മുഹമ്മദ് മുസ്തഫ. നമ്മൾ മോശപ്പെട്ട് ജീവിച്ചാൽ മോശപ്പെട്ട മരണം ഉണ്ടാകും, നല്ല രീതിയിൽ ജീവിച്ചാൽ നല്ല മരണം ഉണ്ടാകും എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ ചുരുക്കുകയാണ്, നമുക്ക് എല്ലാവർക്കും വിജയിക്കണമെങ്കിൽ അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനുമായിട്ട് നമുക്ക് ബന്ധം വേണം. നമുക്ക് സ്വർഗം വേണ്ടേ? സ്വർഗത്തിന് വേണ്ടിയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. എന്നാൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം, സ്വർഗം അള്ളാഹിനോട് ദുആ ചെയ്യുന്ന, സ്വർഗം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന 4 വിഭാഗം ആളുകളുണ്ട് എന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മസ്ജിദുൻ നബവിയിൽ ഒരുമിച്ച് കൂടിയ സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, യാ സ്വഹാബാ അൽ ജന്നത്തു മുസ്താഖത്തുൻ ഇലാ 4 നഫർ. 4 വിഭാഗം ആളുകൾക്ക് വേണ്ടി, 4 വിഭാഗം ആളുകൾക്ക് വേണ്ടി സ്വർഗം ആഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ്. 4 വിഭാഗം ആളുകളെ സ്വർഗം കൊതിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിലൊന്നാമത് പ്രവാചകൻ പറയുന്ന സ്വഹാബാ താലിൽ ഖുർആൻ, ഖുർആൻ ഓതുന്ന ആളുകളുണ്ടല്ലോ, ഖുർആൻ ഓതുന്ന ആളുകളെ സ്വർഗം മോഹിക്കുകയാണ്. വഹാഫിദിൽ ലിസാൻ, നാവ്
നാവ് സൂക്ഷിക്കുന്ന ആളുകളെ സ്വർഗം കൊതിക്കുകയാണ്. വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുന്നയാൾ, റമദാൻ മാസത്തിൽ നോമ്പനുഷ്ഠിക്കുന്ന ആളുകളെ സ്വർഗം കൊതിക്കുമെന്ന്, സ്വർഗം മോഹിക്കുമെന്ന്. അല്ലാഹുവേ, ഇന്ന വ്യക്തി എനിക്ക് താറബേ, ഇന്ന വ്യക്തിയെ നീ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണേ അല്ലാ എന്ന് സ്വർഗം അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുമെന്ന് റൂഹി ഫിദാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അതുകൊണ്ട് സഹോദരങ്ങളെ, സ്വർഗം കൊതിക്കുന്ന വിഭാഗത്തിൽ നാം ഏവരും ഉൾപ്പെടണം. അല്ലാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ഖുർആനുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ട് ഖുർആൻ ഓതി ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് നന്നാവും. അല്ലാഹു നമ്മുടെ മനസ്സിനെ നന്നാക്കി തരട്ടെ. അള്ളാഹു നമ്മുടെ മനസ്സിനൊക്കെ നന്നാക്കി തരട്ടെ. എന്റെയും നിങ്ങളുടെയൊക്കെ ഹൃദയത്തെ അള്ളാഹു ശുദ്ധീകരിക്കട്ടെ. മനസ്സ് നന്നാക്കാതെ നമ്മുടെ ശരീരത്തെ മാത്രം വൃത്തിയാക്കിക്കൊണ്ട് നടന്നാൽ, നമ്മുടെ വസ്ത്രത്തെ മാത്രം വൃത്തിയാക്കിക്കൊണ്ട് നടന്നാൽ, ശഅബാൻ വരുമ്പോൾ നമ്മുടെ വീടുകളൊക്കെ അടിച്ചുവാരി അത് കഴുകി ശുദ്ധിയാക്കി അതിനു വേണ്ടി നമ്മൾ എത്രയോ കഷ്ടപ്പെടുന്നു. അത് വേണ്ടാന്നല്ല, അത് വേണം. അതോടൊപ്പം തന്നെ ഈ നനച്ചുകുളി എന്ന ആ ഒരു സമ്പ്രദായം വന്നത് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ആ വാക്കിൽ നിന്ന്. പരിശുദ്ധ ശഅബാൻ വരുമ്പോൾ ഫതഹിറു ഖുലൂബക്കും, നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കണമെന്ന് റസൂലുള്ളാഹി പറഞ്ഞു. അപ്പോൾ എല്ലാ ശുദ്ധി ഉണ്ടാകട്ടെ എന്ന് കരുതി മുൻഗാമികളായ മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നാണ് ഈ നനച്ചുകുളി എന്ന സമ്പ്രദായം. ശഅബാൻ വരുമ്പോൾ നമ്മുടെ വീടടിച്ചുവാരും വീട് വൃത്തിയാക്കും, എല്ലാം കഴുകി ശുദ്ധിയാക്കും. അതോടൊപ്പം അതെല്ലാം കഴുകി ശുദ്ധിയാക്കണം. അതോടൊപ്പം നമ്മുടെ മനസ്സിനെയും കഴുകി ശുദ്ധിയാക്കണം. നമ്മുടെ മനസ്സ് നന്നാവും. അള്ളാന്റെ ഖുർആനുമായിട്ട് നമുക്ക് ബന്ധം ഉണ്ടാക്കിയെടുത്താൽ അസൂയ മാറും, അഹങ്കാരം മാറും, എല്ലാ തോന്നിവാസങ്ങളും മാറും. നന്മകളോട് നമുക്ക് ആഗ്രഹം വർദ്ധിക്കും. തിന്മകളോട് നമുക്ക് വല്ലാത്ത വെറുപ്പുണ്ടാകും. ഈ ഖുർആൻ നമ്മൾ എപ്പോഴും ഓതിക്കൊണ്ടിരുന്നാൽ. കാരണം ഇത് വന്ന വഴിയൊക്കെ പരിശുദ്ധമാണ്. പരിശുദ്ധനായ അല്ലാഹു, പരിശുദ്ധ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പരിശുദ്ധമാരാകാം. ഒരുപാട് മലക്കുകളുണ്ടവരെല്ലാം പരിശുദ്ധന്മാരാണ്. പക്ഷേ മലക്കുകളുടെ കൂട്ടത്തിൽ ഏറ്റവും പരിശുദ്ധനായ ജിബ്രീൽ മുഖേന പരിശുദ്ധ മാസമായ റമദാനിലെ പരിശുദ്ധ രാവായ ലൈലത്തുൽ ഖദ്റിന്റെ രാത്രി ഇറക്കി കൊടുത്ത ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. അത് ഓതുന്നവരുടെ ഹൃദയവും പരിശുദ്ധമാണ്. കാരണം അത് വന്ന വഴിയെല്ലാം പരിശുദ്ധമാണ്. ഈ ഖുർആൻ മനനം ചെയ്ത ആളുകൾ, ഹിഫ്ളിങ്ങളായ ഹിഫ്ള് ചെയ്ത ആളുകൾ, അവരുടെ ഹിഫ്ള് പെട്ടെന്ന് മറന്നു പോകാനുള്ള കാരണം എന്താ? അവരുടെ ഹിഫ്ള് മറന്നു പോകാനുള്ള കാരണം അവർ ഖുർആനിൽ നിന്ന് അകന്നു പോകുന്നത് കൊണ്ടാണ്. ചെറുപ്പകാലത്ത് നല്ല മനസ്സായിരിക്കും, നിഷ്കളങ്കമായ മനസ്സിന്റെ ഉടമകൾ. അപ്പൊ പെട്ടെന്ന് പഠിക്കാൻ പറ്റും പരിശുദ്ധ ഖുർആൻ. പക്ഷെ കുറെ കഴിയുമ്പോൾ അത് മറന്നു പോകുന്നത് പാപം ചെയ്യുന്നത് കൊണ്ടാണ്, തെറ്റുകൾ ചെയ്യുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, എപ്പോഴും നമ്മൾ ഖുർആനുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടിരിക്കണം. നമ്മൾ എപ്പോഴും ഖുർആനുമായിട്ട് ഒരു അടുപ്പമുണ്ടാകണം. അത് ഓതിക്കൊണ്ടേയിരിക്കണം. അത് ഓതിക്കൊണ്ടേയിരിക്കുമ്പോൾ നമ്മുടെ മനസ്സ് നന്നായി വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട. അപ്പോൾ ഒന്നാമത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഹൃദയത്തിന്റെ മാലിന്യങ്ങളിൽ നിന്ന്, ഹൃദയത്തിന്റെ അശുദ്ധികളിൽ നിന്ന് നിങ്ങളെ ശുദ്ധീകരിക്കുന്ന ഗ്രന്ഥമാണ് പരിശുദ്ധമായ ഖുർആൻ. അത് നിങ്ങൾ ധാരാളമായി പാരായണം ചെയ്യുക. രണ്ടാമത് പ്രവാചകൻ പറഞ്ഞു, വദിക്റുൽ മൗത്ത്, മരണത്തെ പറ്റിയുള്ള ഓർമ്മ നിങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കണം. എപ്പോഴും മരണത്തെ പറ്റി ഓർക്കണം. ഇന്നാർക്കും മരണത്തെ പറ്റി ഓർക്കുന്നത് ഇഷ്ടമല്ല, മരണത്തെ പറ്റി വാല് കേൾക്കുന്നത് ഇഷ്ടമല്ല. കാരണം മനുഷ്യന് ദുനിയാവ് സമ്പാദിക്കാനും ദുനിയാവിനോടുള്ള ജീവിതത്തിലും ആർത്തി വന്നുപോയി. സഹോദരങ്ങളെ, നമ്മളൊരു ദിവസം മരിക്കേണ്ടവരാണ്. ഈ കണ്ണുകളെല്ലാം അടഞ്ഞു പോകുന്ന ഒരു ദിവസം വരാനുണ്ട്. നിങ്ങളിലേക്ക് തുറന്നിരിക്കുന്ന എന്റെ കണ്ണുകൾ, എന്നിലേക്ക് തുറന്നിരിക്കുന്ന നിങ്ങളുടെ കണ്ണുകൾ പാതി അടഞ്ഞു പോകുന്ന ഒരു ദിവസം. പാതി അടഞ്ഞു പോയ കണ്ണുകളെ അപ്പോൾ തന്നെ നമ്മുടെ കുടുംബക്കാർ തിരുമിയടയ്ക്കുന്ന ഒരു ദിവസം, താടിയല്ല് കെട്ടുന്ന ഒരു ദിവസം നമുക്ക് വരാനുണ്ട്. നമ്മളൊക്കെ ഈ ലോകത്ത് നിന്ന് ഒരു ദിവസം മരിക്കേണ്ടവരാണ്. ആരെങ്കിലും ഈ ലോകത്ത് ശാശ്വതമായി ജീവിക്കുമായിരുന്നെങ്കിൽ മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിക്കണമായിരുന്നു. മരിക്കാതെ ബാക്കിയെങ്കിൽ ജീവിച്ചിരിക്കാമെങ്കിൽ മുത്ത് റസൂലേ വീടേ, ഉത്തമ നബിയെ വീടേ. ഇന്നലെ കൊട്ടാരത്തിൽ ഇന്ന് നീ
പള്ളിക്കാട്ടിൽ നാളെ മഹിഷാറയിൽ നാഥന്റെ സന്നിധി മരിക്കാതെ ഈ ലോകത്ത് ആരെങ്കിലും അവശേഷിക്കുമായിരുന്നെങ്കിൽ ഹബീബായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഈ ലോകത്ത് നിന്ന് മരിക്കാതെ ജീവിക്കണമായിരുന്നു. ആ മുത്തുനബി ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയില്ലേ സഹോദരങ്ങളെ? നമ്മളും ഒരു ദിവസം ഈ ലോകത്ത് നിന്ന് വിട പറയേണ്ടവരാണ്. അതുകൊണ്ട് എപ്പോഴും പടച്ചവനെ ഞാൻ മരിക്കാനുള്ളവനാണല്ലോ അല്ലാഹ്, എന്നെ ഒരു ദിവസം ഖബറിലേക്ക് വെക്കപ്പെടാനുള്ളവനാണല്ലോ അല്ലാഹ് എന്ന് സ്വന്തത്തോട് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം. സ്വന്തത്തോട് പറഞ്ഞുകൊണ്ടേയിരിക്കണം. ഏറ്റവും വലിയ ബുദ്ധിമാൻ ആരാണ്? മരണത്തെ ധാരാളമായി ഓർക്കുന്നയാളാണ് ഏറ്റവും വലിയ ബുദ്ധിമാൻ എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് നമ്മൾ നമ്മുടെ മരണം ഓർത്തിട്ടുണ്ടോ? നമ്മളിങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. രാവിലെ ആയാൽ വൈകുന്നേരത്തെ പ്രതീക്ഷിക്കണ്ട, വൈകുന്നേരമായാൽ പ്രഭാതത്തെയും നിങ്ങൾ പ്രതീക്ഷിക്കണ്ട. വൈകുന്നേരമായാൽ പ്രഭാതത്തെ പ്രതീക്ഷിക്കണ്ട, കിട്ടിയാ കിട്ടി. രാവിലെ ആയാൽ വൈകുന്നേരത്തെ പ്രതീക്ഷിക്കണ്ട. ചെരുപ്പിന്റെ വാറിനേക്കാൾ ഓരോ മനുഷ്യരിലും മരണം അടുത്തടുത്ത് നിൽക്കുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന് മക്ക വിട്ടു പോകേണ്ട ഒരു സാഹചര്യത്തിൽ വേറൊരു പ്രദേശത്ത് പോകുമ്പോൾ അവിടത്തെ ക്ലൈമറ്റ് പിടിക്കാത്തതിന്റെ പേരിൽ പനി വന്നു. ആ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്റെ മരണമോർത്തു. ചെറിയ ഒരു അസുഖം വരുമ്പോ, ചെറിയ ഒരു രോഗം വരുമ്പോ തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മരണമോർക്കുകയാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു നാട്ടിൽ മരണം വിളിച്ചു പറയപ്പെടുമ്പോൾ ഇന്നയാളുടെ മകൻ ഇന്നയാൾ മരിച്ചു എന്ന് പറയുമ്പോ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, മാത ഫുലാൻ ബിൻ ഫുലാൻ. ആളുകൾ പറയുന്നു കുല്ല യൗമിൻ യുഖാൽ, കുല്ല യൗമിൻ യുഖാൽ മാത ഫുലാൻ ബിൻ ഫുലാൻ. എല്ലാ ദിവസവും ആളുകൾ പറയുകയാണ് ഇന്നയാൾ മരിച്ചു, ഇന്നയാൾ മരിച്ചു, ഇന്നയാൾ മരിച്ചു. വലാ ബുദ്ദ മിൻ യൗമിൻ യുഖാൽ മാത ഉമർ ബിൻ ഖത്താബ്. ഒരു ദിവസം വരുമല്ലോ അല്ലാഹ്, ഒരു ദിവസം വരുമല്ലോ അല്ലാഹ്, അന്ന് ഖത്താബിന്റെ മകൻ ഉമർ മരിച്ചു എന്ന് ആളുകൾ പറയുമല്ലോ റബ്ബേ. വലിയ വീട്ടിൽ ജുമാ മസ്ജിദ് പള്ളിയിൽ നിന്ന് ഇന്നയാൾ മരിച്ചു എന്ന് വിളിച്ചു പറയുമ്പോ നമ്മൾ നമ്മുടെ മരണത്തെ പറ്റി ഓർക്കാറുണ്ടോ? പടച്ചവനെ, ഒരു ദിവസം എനിക്കും ഇതുപോലെ പോകണമല്ലോ അല്ലാഹ്. ഹാമിദ് ബിൻ ഗസ്സാലി റഹ്മഹുല്ലാഹ് വലിയ പണ്ഡിതനാണ്. ഹാമിദ് ബിൻ സയ്യിദുൽ ബുഖാരി മഹാനവറുകൾ സ്വന്തം മരണത്തെ ഓർത്തുകൊണ്ട് പൊട്ടിക്കരയുമായിരുന്നു. قد مضى وأطفوا سراجي واستخفوا بحرمتي. എന്റെ കണ്ണ് ചിമ്മിക്കപ്പെടുകയും എന്റെ കണ്ണ് ചിമ്മിക്കപ്പെടുകയും എന്റെ കഥ കഴിഞ്ഞു എന്ന് പറയപ്പെടുകയും എന്റെ വിളക്ക് ഊതിക്കെടുത്തുകയും എന്റെ പവിത്രത പിച്ച് ചീന്തപ്പെടുകയും ചെയ്യുമ്പോ എനിക്കാരാണ് തുണയായിട്ടുള്ളത്? മരിക്കുമ്പോൾ അവന്റെ കണ്ണ് ചിമ്മിക്കപ്പെടുകയാണ്, കണ്ണ് തിരുമിയടക്കിയാൽ ആളുകൾ പറഞ്ഞു അവന്റെ കഥ കഴിഞ്ഞു. ആളുകൾ പറയാൻ തുടങ്ങി അവന്റെ കഥ കഴിഞ്ഞു, അവൻ തീർന്നു. എന്റെ പവിത്രത പിച്ച് ചീന്തപ്പെടുകയും ചെയ്യുമ്പോ എനിക്കാരാണ് തുണയായിട്ടുള്ളത്? നമ്മുടെ ശരീരത്തിന് ആത്മാവ് ഏർപ്പെട്ടാൽ പിന്നെ നമ്മളെ ആളുകൾ വിളിക്കുന്നത് മയ്യിത്തെന്നാണ്, അല്ലേ? നമ്മളെ ആളുകൾ വിളിക്കുന്നത് മയ്യിത്തെന്നാണ്. മയ്യിത്തിന്റെ അർത്ഥം എന്താ? ശവം. ശവം. നമ്മുടെ ആദരവ് പോവുകയാണ്. എന്റെ താടി തലയോട് ചേർത്ത് കെട്ടുകയും ഒരു വസ്ത്രം കൊണ്ട് എന്നെ മൂടുകയും മരണവാർത്ത അറിയിക്കുകയും ചെയ്യുമ്പോ എനിക്കാരാണ് തുണയായിട്ടുള്ളത്? മരിച്ചു കഴിഞ്ഞാൽ താടി തലയോട് ചേർത്ത് കെട്ടുക,
ഒരു വസ്ത്രം കൊണ്ട് മൂടുകയാണ്. നമ്മൾ അതുവരെ ധരിച്ചിരുന്ന വസ്ത്രം, നമ്മുടെ ശരീരത്തിൽ ജീവനുള്ളപ്പോ അവസാനം ധരിച്ചിരുന്ന വസ്ത്രം, അതെല്ലാം അഴിക്കുകയാണ്. ഞാനിപ്പോ മരിച്ചാൽ ഇതെല്ലാം അഴിക്കും അല്ലെ, എന്റെ തൊപ്പി അഴിച്ചു മാറ്റും, എന്റെ ഷാള് മാറ്റി വെക്കും, എന്റെ കമീസ് അഴിച്ചു വെക്കും. ഒരു വെള്ള തുണി കൊണ്ട്, ഒരു വസ്ത്രം കൊണ്ട് നമ്മളെ മൂടുകയാണ്. وَنُقِلْتُ مِنْ فُرُشِي إِلَى لَوْحِ مَغْسَلِي وَجُرِّدْتُ أَثْوَابِي وَبُدِّلْتُ كِسْوَنِي وَنُقِلْتُ مِنْ فُرُشِي إِلَى لَوْحِ مَغْسَلِي وَجُرِّدْتُ أَثْوَابِي എന്ന വിരിപ്പിൽ നിന്ന് മയ്യിത്ത് കുളിപ്പിക്കുന്ന പലകയിലേക്ക് മാറ്റപ്പെടുകയും, എന്ന വിരിപ്പിൽ നിന്ന് മയ്യിത്ത് കുളിപ്പിക്കുന്ന പലകയിലേക്ക് മാറ്റപ്പെടുകയും, എന്റെ വസ്ത്രങ്ങൾ അഴിച്ചെടുക്കപ്പെടുകയും വേറെ വസ്ത്രം അണിയിക്കുകയും ചെയ്യുമ്പോ എനിക്ക് കൂട്ടിനായിട്ട് ആരാണുള്ളത്? ഹാമിദ് ബിൻ സയ്യിദ് ബുഖാരി തന്റെ മരണത്തെ ഇങ്ങനെ ഓർത്തോർത്ത് പാടുകയാണ്. സഹോദരങ്ങളെ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന അവസ്ഥയാണ്. എനിക്ക് നീളക്കുപ്പായവും തട്ടവും ധരിപ്പിക്കപ്പെടുകയും, എനിക്ക് നീളക്കുപ്പായവും തട്ടവും ധരിപ്പിക്കപ്പെടുകയും, എന്നെ ഒരുക്കി മയ്യിത്ത് കട്ടിലിൽ ചുമക്കപ്പെടുകയും ചെയ്യുമ്പോ എനിക്കാരാണ് തുണയായിട്ടുള്ളത്? അല്ലാഹ്. ശരിയല്ലേ? മരിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ വെച്ചോണ്ടിരിക്കോ? എത്ര സ്നേഹമുള്ള ഭാര്യയാണെങ്കിലും എന്റെ ഭർത്താവിനെ ഇവിടെ വെക്കണമെന്ന് പറയോ? മക്കള് പറയോ? സഹോദരങ്ങളെ കൊണ്ടുപോവുകയാണ്, പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. വഖൽഫി കരീമാതുൻ അലയ്യ ബവാകിയാ വഫീഹിന്ന ഉമ്മി ഔ ശഖീഖി വഇതറതി. എന്നെ വീട്ടിൽ നിന്ന് പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകുമ്പോ, മയ്യിത്ത് കട്ടിലേക്ക് കൊണ്ടുപോകുമ്പോ എന്റെ പിന്നിൽ നിന്ന് സ്ത്രീകൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്റെ ഉമ്മയും സഹോദരിയും കുടുംബാംഗങ്ങളും എല്ലാം അതിലുണ്ട്. ഭർത്താവിനെ വീട്ടിൽ നിന്ന് മയ്യിത്ത് കുളിപ്പിച്ച് പൊതിഞ്ഞ് ആറുകാറുള്ള കട്ടിൽ കയറ്റി കൊണ്ടുപോകുമ്പോ ഭാര്യ കരയാൻ, നിലവിളിച്ച് കരയാൻ. ഉപ്പാനെ കൊണ്ടുപോകും, അത്താനെ കൊണ്ടുപോകും, അമ്മാനെ കൊണ്ടുപോകുമ്പോ മക്കള് കരയാൻ. മക്കളെ കൊണ്ടുപോകുമ്പോ അത്തായും അമ്മായും കരയുകയാണ്. യുനാദൂന ഖൽഫൻ നഈശി മൻ ലാ യുജീബുഹു വഖദ് കുന്തു ഫിദ്ദുനിയാ സരീഅൽ ഇജാബതി. മയ്യിത്ത് കട്ടിലിന്റെ പിന്നിൽ നിന്നവർ വിളിക്കുന്നത് മറുപടി പറയാത്തവനെയാണല്ലോ. ഞാൻ ഭൗതിക ജീവിതത്തിൽ അതിവേഗം ഉത്തരം നൽകുന്നവനായിരുന്നു. ഞാൻ ഭൗതികമായ ജീവിതത്തിൽ അതിവേഗം ഉത്തരം നൽകുന്നവനായിരുന്നു. വീട്ടിൽ നിന്ന് വാപ്പ ഇറങ്ങിപ്പോകുമ്പോ അത്താനെ വിളിച്ചത്ത എന്ന് വിളിച്ചിട്ട് മക്കൾ പറയും, എനിക്ക് ഇന്നത് വാങ്ങിച്ചുകൊണ്ട് വരണം. അത്ത എന്ന് വിളിക്കുമ്പോ എന്തേ മോനെ നമ്മൾ മറുപടി കൊടുക്കും. ഭാര്യ വിളിക്കുമ്പോ ഭർത്താവ് മറുപടി കൊടുക്കും. പക്ഷേ ഇന്ന് വിളിക്കുന്നുണ്ട്, നിലവിളിക്കുന്നുണ്ട്, ഉച്ചത്തിൽ വിളിക്കുന്നുണ്ട്, പോവാണോ, എന്നെ വിട്ട് പോകുകയാണോ എന്ന് ഉറക്ക നിലവിളിക്കുന്നുണ്ട്. പക്ഷേ അവരുടെ വാക്കുകൾ എനിക്ക് കേൾക്കാൻ സാധിക്കും, പക്ഷേ എനിക്ക് തിരിച്ചു മറുപടി പറയാൻ പറ്റുന്നില്ലല്ലോ. അല്ലാഹ്. ഇങ്ങനെ സ്വന്തം മരണമോർത്ത് കരഞ്ഞു മഹാനായ ഹാമിദ് സയ്യിദുൽ ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി. നമ്മളൊക്കെ നമ്മുടെ മരണത്തെ പറ്റി ചിന്തിക്കാറുണ്ടോ? നമ്മുടെ മരണത്തെ പറ്റി ഓർക്കാറുണ്ടോ? സഹോദരങ്ങൾ, ഓർത്തുകൊണ്ടിരിക്കെ ഹൃദയം നന്നാകും, ഹൃദയത്തിന്റെ എല്ലാ രോഗങ്ങളും മാറും. ഞാൻ പറയുന്നത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ശഅബാൻ മാസമാകുമ്പോ ഫതഹിറു ഖുലൂബക്കും, നിങ്ങളുടെ ഹൃദയത്തെ ശുദ്ധീകരിച്ച് റമളാനിലേക്ക് കടക്കണം. ഹൃദയം ശുദ്ധീകരിക്കാതെ, ഹൃദയത്തിൽ മാലിന്യവും പേറി, ഹൃദയത്തിൽ അഴുക്കുപേറി നമ്മൾ റമളാനിലേക്ക് പോയത് കൊണ്ട് കാര്യമില്ല. ചില ആളുകൾ വിചാരിക്കാറ് റമളാൻ വരുമ്പോ നന്നാകും. നന്നാവൂല. റമളാൻ വരുമ്പോ നന്നാവൂല. റമളാന് മുമ്പേ പണിയെടുക്കണം.
റമദാൻ മുമ്പേ പണിയെടുത്ത് റമദാനിലേക്ക് പ്രവേശിക്കണം. ഹൃദയത്തെ ശുദ്ധീകരിച്ച് എല്ലാവിധ മാലിന്യങ്ങളിൽ നിന്നും ഹൃദയത്തെ ശുദ്ധീകരിച്ച് പരിശുദ്ധ റമദാനിലേക്ക് പ്രവേശിക്കണം. അതുകൊണ്ടാണ് ശഅബാൻ മാസം സമാഗതമാകുമ്പോ പരിശുദ്ധമായ റമദാനിന്റെ മുന്നോടിയായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മസ്ജിദുൻ നബവിയിൽ ഒരുമിച്ച് കൂടിയ സ്വഹാബത്തിന്റെ മുന്നിൽ പ്രഭാഷണം നടത്തുമ്പോ, പ്രസംഗം നടത്തുമ്പോ ഫതഹിറു ഖുലൂബകും, നിങ്ങളുടെ ഹൃദയത്തെ നിങ്ങൾ ശുദ്ധീകരിക്കണം എന്ന് പറഞ്ഞത്. അതുകൊണ്ട് സഹോദരങ്ങളെ, പരിശുദ്ധമായ റമദാൻ വരാൻ, റമദാനിലേക്ക് അടുത്തുകൊണ്ടിരിക്കുക. റമദാൻ വരാൻ ഏതാനും ദിവസങ്ങളാണ് ബാക്കിയുള്ളത്. നമ്മുടെ ഹൃദയത്തെ ശുദ്ധിയാക്കണം. നമ്മൾ ഇപ്പോഴേ ഖുർആൻ ഓതാൻ തുടങ്ങണം. അതേപോലെ മരണത്തെ പറ്റി ഓർത്തുകൊണ്ടേയിരിക്കണം, മരണത്തെ പറ്റി ചിന്തിച്ചുകൊണ്ടേയിരിക്കണം. അങ്ങനെ ചിന്തിക്കുമ്പോൾ, ഖുർആൻ ഓതുമ്പോൾ നമ്മുടെ മനസ്സ് നന്നാകും, നമ്മുടെ ഹൃദയത്തിന് ശുദ്ധി വരും. അങ്ങനെ പരിശുദ്ധ റമദാനിലേക്ക് നമ്മൾ പ്രവേശിക്കുക. അർഹമുർ റഹീമായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹൃദയത്തെ ശുദ്ധീകരിച്ച് പരിശുദ്ധ റമദാനിലേക്ക് പ്രവേശിക്കുന്ന സജ്ജനങ്ങളിൽ, സത്യവിശ്വാസികൾ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, നാളത്തെ ജീവിതത്തെ പറ്റി എപ്പോഴും ചിന്തിക്കണം. സമയം വളരെ മൂല്യമുള്ളതാണ്. കഴിഞ്ഞ റമദാന് നമ്മോടൊപ്പം ഉണ്ടായിരുന്ന പല ആളുകളും ഇന്ന് നമ്മോടൊപ്പം ഇല്ല. അവരൊക്കെ ഈ വലിയ വീട്ടിൽ പള്ളി ജുമാ മസ്ജിദിന്റെ ചുറ്റുഭാഗത്ത് അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്നു. അള്ളാഹു അവർക്ക് മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു അവർക്ക് മർഹമത്ത് കൊടുക്കട്ടെ. ഇനി നമ്മളും ഈ വീട്ടിലേക്ക് വരാനുള്ളതാണ്. ഇതൊരു പുതിയ വീടാണ് സഹോദരങ്ങളെ. നമ്മൾ ഇന്ന് താമസിക്കുന്നത് ദുനിയാവിലെ വീടാണ്. ഈ വീട്ടിൽ നിന്ന് താമസം മാറ്റി വേറൊരു വീട്ടിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. ആ വീടിനെ പറ്റി എപ്പോഴും നമ്മൾ ചിന്തിക്കണം. സഹോദരിമാരെ, നിങ്ങൾ ചിന്തിക്കണം ഈ ഖബറിനെ പറ്റി. നിങ്ങളൊക്കെ വന്ന് കിടക്കേണ്ട അവസാനത്തെ ആ സ്ഥലത്തെ പറ്റി നമ്മൾ ചിന്തിക്കണം. അതിനുവേണ്ടി നമ്മൾ പണിയെടുക്കണം. മുന്നേ കാണണം അത്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വൽ തംനുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ. നാളത്തെ ജീവിതത്തിന് വേണ്ടി എന്താണ് തയ്യാറാക്കി വെച്ചിരിക്കുന്നത് ഓരോരുത്തരുമെന്ന് ആലോചിച്ച് ചിന്തിക്കണമെന്ന്, ആലോചിച്ച് അതിനു വേണ്ടി പ്രവർത്തിക്കണമെന്ന് പരിശുദ്ധ ഖുർആനിൽ വളരെ കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുമ്പോ, സമയം വളരെ മൂല്യമുള്ളതാണ്, വളരെ വിലപ്പെട്ടതാണ്. കഴിഞ്ഞു പോയ കുറെ സമയങ്ങൾ ഒന്നും നമുക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല. വരാൻ പോകുന്ന സമയങ്ങൾ ഇനി നമുക്ക് എത്ര ബാക്കിയുണ്ടെന്നും പറയാൻ കഴിയില്ല. ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, ഇപ്പോൾ നിങ്ങൾ നിലകൊള്ളുന്ന സമയം, അതിനുവേണ്ടി നല്ല നിയ്യത്തെടുത്ത് നന്മ പ്രവർത്തിച്ച് മുന്നോട്ട് പോകൂ എന്ന് മഹാനായ സയ്യിദുനാ ഈസാ നബി അലൈഹിസ്സലാം നമ്മളെ പഠിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാനും ഹൃദയത്തെ ശുദ്ധീകരിക്കാനും അങ്ങനെ റമദാനിലേക്ക് പ്രവേശിക്കാനും അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. മരണപ്പെട്ടു പോയ അത്താക്ക് വേണ്ടി ദുആ ചെയ്യാൻ 500 രൂപ അല്ലാഹു തആല